എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെയൊരു വിഷയം അവതരിപ്പിക്കാനായി എനിക്ക് അവസരം തന്ന കരുനാഗപ്പള്ളി നവചേതനയോടും അതിൻ്റെ ഭാരവാഹികളോടും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എന്തുകൊണ്ടും വളരെ ഉചിതമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണിത്. സമകാലിക പ്രസക്തിയുടെ കാര്യത്തിലായാലും കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ സംബന്ധിച്ചുള്ള പ്രാധാന്യത്തിൻ്റെ കാര്യം എടുത്തു നോക്കിയാലും വളരെയധികം പ്രസക്തമായിട്ടുള്ളൊരു വിഷയമാണിത്. ആത്മീയതയുടെ കാണാപ്പുറങ്ങൾ. ആത്മീയത എന്നാൽ എന്താണ് എന്നുള്ള ഒരു ചെറിയ നിർവചനം അവിടെ ആവശ്യമുണ്ട്. ആത്മാവിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ ആത്മാവിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു മനന രീതി അല്ലെങ്കിൽ ചിന്താരീതി അല്ലെങ്കിൽ ഒരു സങ്കല്പ രീതി, ഇതൊക്കെയാണ് പൊതുവിൽ ആത്മീയത എന്നറിയപ്പെടുന്നത്. എന്താണ് ആത്മാവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സങ്കല്പമാണ്. അതായത് ജീവികളിൽ ജീവൻ ഉണ്ടാക്കുന്ന എന്തോ ഒന്ന്. പണ്ട് ശങ്കരാചാര്യർ പറഞ്ഞോണം, എൻ്റെ കാല് വെട്ടി, എൻ്റെ കൈ വെട്ടി, എൻ്റെ മൂക്ക് വെട്ടി. അപ്പോൾ കാല് പോയി, കൈ പോയി, മൂക്ക് പോയി, പക്ഷെ അപ്പോഴും ഞാൻ അവശേഷിക്കുന്നു. അപ്പൊ കാല് പോയാലും മൂക്ക് പോയാലും കണ്ണ് പോയാലും അവശേഷിക്കുന്നത് എന്തോ, അങ്ങനെ ഒരാൾ അല്ലെ അങ്ങനെ ഒരു രൂപം അല്ലെ അങ്ങനെയെങ്കിലും ഒരു ശക്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺസെപ്റ്റ്. അതിനെയാണ് ആത്മാവെന്ന് വിളിക്കുന്നത്. മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള കാര്യമാണത്. അപ്പൊ ആദ്യം കൈയും കാലും മൂക്കൊക്കെ വെട്ടിയതുകൊണ്ടാണ് ഞാൻ ബാക്കിയായത്. ആദ്യം കഴുത്ത് തന്നെ വെട്ടിയിരുന്നെങ്കിൽ ഞാനെന്ന് പറയുന്ന ഒരു സങ്കല്പം അവിടെ ഉണ്ടാവില്ലായിരുന്നു. ഒരു ഗോത്ര മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു പ്രാചീന മനുഷ്യന്റെ ഒരു ചിന്താരീതിയാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അതിന് ശാസ്ത്രീയമായിട്ടുള്ള എവിഡൻസുകൾ ഇന്ന് വരെ പൂജ്യമാണ്. എന്നിരുന്നാലും ആ രീതിയിൽ ചിന്തിക്കുന്ന, സങ്കല്പിക്കുന്ന ഒരു മനന രീതി അല്ലെങ്കിൽ ഒരു സങ്കല്പ രീതിയാണ് ആത്മീയത എന്ന് പറയുന്നത്. പല ആൾക്കാരും, നല്ലൊരു വിഭാഗം ആൾക്കാർ സമൂഹത്തിലെ, അവര് ആത്മീയതയാൽ പ്രചോദിതരായി എന്ന് പറയാറുണ്ട്. ഈ ആത്മീയത പലതരത്തിലുണ്ടാവും. ദൈവങ്ങളിലേക്ക് തിരിയുക. ദൈവങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു തരം ദൈവമേ ഉള്ളൂ, രണ്ട് തരം. ചിലർ പറയും ആൾ ദൈവം, അല്ലാത്ത ദൈവം എന്ന് പറയാറുണ്ട്. അങ്ങനെ രണ്ട് ദൈവം ഇല്ല. അത് ആദ്യമേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ ദൈവം ആൾ ദൈവമല്ല, പിന്നെ ബാക്കിയുള്ളവരെല്ലാം ആൾ ദൈവമാണ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ശരിയല്ല. സൗകര്യത്തിനായിട്ട് അങ്ങനെ പറയാം. ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും, ഏത് വിശ്വാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ദൈവങ്ങളെല്ലാം തന്നെ ആൾ ദൈവങ്ങളാണ്. അത് അരൂപിയായാലും കൊള്ളാം, സരൂപിയായാലും കൊള്ളാം, വിരൂപിയായാലും കൊള്ളാം. ഒന്നുകിൽ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യന്റെ രൂപഭാവ ഗുണങ്ങളുള്ള, സ്വഭാവങ്ങളുള്ള, അവന്റെ അസൂയുള്ള, അവന്റെ ചിന്താശേഷിയുള്ള, അവന്റെ മനസ്സുള്ള രൂപം ഉണ്ടാവണമെന്നില്ല. പല രീതിയിലാകാം. പക്ഷെ സംഗതി ഒരു മനുഷ്യനാണ്, ഒരു സൂപ്പർ മനുഷ്യനാണ്. അദ്ദേഹം പലപ്പോഴും പരമ്പരാഗത മതങ്ങളിൽ ആകാശത്തു നിന്നും താഴോട്ട് ആണ് അദ്ദേഹം സംവേദനം നടത്തുന്നത്. ഇന്നത്തെ കാലത്തെ മനുഷ്യ ദൈവങ്ങൾ ഭൂമിയിൽ നിന്ന് തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ ദൈവങ്ങളും ആൾ ദൈവങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ ആദ്യം ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പോയിന്റ്. രണ്ട്, നമ്മൾ മനുഷ്യ ദൈവങ്ങൾ എന്ന് വിളിക്കുന്ന വേറൊരു സബ്സെറ്റ് ഉണ്ട്. അവർ ആൾ ദൈവങ്ങളാണ്. പക്ഷെ അവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് വിജയം ഉണ്ടാകാറുണ്ട്. വിജയം ഉണ്ടാകാൻ രണ്ട് കാരണം. അവർ പ്രത്യക്ഷ ദൈവങ്ങളാണ്. നിങ്ങളുടെ മുന്നിൽ ഒരുപക്ഷെ ദൈവത്തിന് ഏറ്റവും അധികം ഇല്ലാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തെളിവാണ്. ഇത്രയും നാൾ തെളിവില്ലാതെ പ്രേതത്തെ പോലെയും ഡിങ്കനെ പോലെയും ഒക്കെ ദൈവം ഇങ്ങനെ അതിജീവിച്ചു വരികയാണ്. പക്ഷെ ആൾ ദൈവത്തിന് തെളിവ് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനും നിങ്ങളുടെ ചില പ്രശ്നങ്ങൾ കൃത്യമായി പരിഹരിക്കാനും സാധിക്കും. ഈവൻ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം പോലും നൽകാൻ ഒരു ആൾ ദൈവത്തിന് സാധിക്കും. എന്താണ് ദൈവവും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചപ്പോൾ പണ്ടൊരിക്കൽ ഒരു അമേരിക്കൻ ടെലിവിഷൻ അവതാരക പറഞ്ഞത്, ഒരു പെഞ്ചു കുട്ടിയെ ഒരു മുട്ടാളൻ ബലാത്സംഗം ചെയ്യുകയാണെങ്കിൽ ഞാനാണെങ്കിൽ എൻ്റെ കഴിവിനനുസരിച്ച് അതിനെ എതിർക്കാൻ ശ്രമിക്കും. പക്ഷെ അവിടെയുള്ളത് ദൈവമാണെങ്കിൽ ഒന്നും ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതേസമയം ഒരു ആൾ ദൈവമാണെങ്കിലോ അവർക്ക് പലതും ചെയ്യാൻ കഴിയും. അപ്പോൾ ആൾ ദൈവം എന്ന് പറയുന്ന ഒരു മോശം ദൈവമായിട്ട് അല്ല ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ ദൈവങ്ങളും അടിസ്ഥാനപരമായ ആൾ ദൈവങ്ങളാണ്. പക്ഷെ ആൾ ദൈവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറെ കൂടെ എക്സ്പോസ്ഡ് ആണ്.
ഇപ്പം പ്രപഞ്ചം എങ്ങനെ ഉണ്ടാക്കി എന്ന് ചോദിച്ചപ്പോൾ അതങ്ങ് ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ പണി തീരും. പക്ഷേ ആൾദൈവങ്ങൾക്ക് അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ല. ഇതെങ്ങനെ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അവർക്ക് എക്സ്പ്ലനേഷൻ തരേണ്ടതായിട്ടുണ്ട്. അതാണ് അവരെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നത്? അതേ ഉത്തരം തന്നെയാണ് ആൾ ദൈവത്തിലേക്ക് തിരിയുന്നതിന്റെ ഉത്തരം. ഇന്ന് നമ്മൾ കാണുന്ന അറിയപ്പെടുന്ന വലിയ ദൈവങ്ങൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ക്രിസ്തു ആയാലും കൃഷ്ണനായാലും ഒക്കെ ആൾ ദൈവങ്ങൾ തന്നെയാണ്. അവർ മരിച്ചു എന്നുള്ള പ്രത്യേകതയുള്ളൂ. ഏത് ദൈവം എടുത്തു നോക്കിയാലും, ഏത് ദൈവങ്ങളോ ദൈവങ്ങളുടെ സന്ദേശവാഹകരോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഇവരെല്ലാം തന്നെ മനുഷ്യരാണെങ്കിൽ, അല്ലെങ്കിൽ മനുഷ്യന്റെ ഗുണങ്ങളുള്ള ഒരു ജനതയോ അല്ലെങ്കിൽ ഒരു ക്രീച്ചറോ ആണ്. എങ്ങനെയാണ് ദൈവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നതും ഇതിന്റെയും അടിസ്ഥാനം. ഒരാൾ എങ്ങനെയാണ് ദൈവമായി മാറുന്നത്? ഒരാൾ ദൈവമായി മാറണമെങ്കിൽ വേറൊരാള് അയാളെ ദൈവം എന്ന് വിളിക്കണം. somebody needs to call you a god. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത നിങ്ങൾ കാണണം. അതിന് നിങ്ങൾ എന്ത് പ്രത്യേകതയാണ് ഒരാളെ കൺവിൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക? അത് പലപ്പോഴും അത്ഭുതങ്ങളുടെ, അല്ലെങ്കിൽ അസാധാരണമായിട്ടുള്ള സംഭവങ്ങളുടെ, അല്ലെങ്കിൽ സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങളുടെ ആണ് തെളിവുകളായിട്ട് വെക്കുക. അതിന് മിറക്കിൾസ് എന്ന് പറയും. മിറക്കിൾസ് ഇല്ലാതെ, പോയിന്റ് നമ്പർ 2, മിറക്കിൾസ് ഇല്ലാതെ അല്ലെങ്കിൽ അത്ഭുത ക്രിയകളില്ലാതെ ലോകത്തൊരു ദൈവവും ഒരാൾ ദൈവവും വന്നിട്ടില്ല, നിന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നുമില്ല. ഇവര് അത്ഭുതക്രിയകൾ അവർ ചെയ്തതാകണം എന്നില്ല. അങ്ങനെയുണ്ട്. പക്ഷെ അതൊരു ക്ലെയിമാണ്. നിങ്ങൾ അത് നോക്കൂ, അത് ഇന്നതിന്റെ ദൃഷ്ടാന്തമാണ് എന്ന് പറയുന്നത് പോലെ ഒരു അവകാശവാദമായിരിക്കും പലതും അവരങ്ങനെ ചെയ്താകണമെന്നില്ല. പക്ഷെ അത്ഭുതങ്ങളില്ലാതെ ദൈവങ്ങളില്ല. അപ്പൊ ആത്മീയതയായാലും ദൈവങ്ങളായാലും അടിസ്ഥാനപരമായ ഒരു ചേരുവ എന്ന് പറയുന്നത് മിറക്കിൾസ് ആണ്, അത്ഭുതക്രിയകളാണ്. ചില മതങ്ങളിൽ അത് ധാരാളമുണ്ട്, ചിലരിൽ വളരെ കുറച്ചേ ഉള്ളൂ. ഇനി ആൾ ദൈവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഉദ്ദേശിക്കുന്ന മനുഷ്യ ദൈവങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരും അത്ഭുതങ്ങൾ വഴിയാണ് തുടങ്ങുന്നത്. പക്ഷേ അവർ കുറെ കഴിഞ്ഞിട്ട് അത്ഭുതങ്ങൾ കൈയൊഴിയും. ഈ അത്ഭുതങ്ങളിലൂടെ, അതായത് അതിനൊരു പൂമ്പാറ്റയെ പോലെയാണ്. പ്യൂപ്പ സ്റ്റേജ് ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ വികസിച്ചു വരികയാണ്. ആദ്യ ഘട്ടത്തിൽ അതിന്റെ വളമായിട്ട് വരുന്നത് അത്ഭുതങ്ങളും ഇത്തരത്തിലുള്ള ഡിവിനിറ്റിയാണ്. ഇവിടെ കൂടുതൽ ഇൻട്രഡക്ഷൻ ഇല്ലാതെ പറയാവുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിലെ തന്നെ ഒരു പ്രശസ്തമായ ഒരു മഠവും അവിടുത്തെ ഒരു ആൾ ദൈവവുമാണ്. അവരിപ്പോൾ പൊതുവിൽ പറയുക, ഞാൻ ദൈവമായിട്ടൊന്നും അവകാശപ്പെടുന്നില്ല. അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾക്കാർ, സിനിമാ താരങ്ങൾ തൊട്ട്, സിനിമാ താരങ്ങളുടെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല, അവർ പറയുന്ന അവര് ദൈവമായിട്ടൊന്നും അവകാശപ്പെടുന്നില്ല. വെറുതെ ഒരു മനുഷ്യൻ കുറെ പൈസ വാങ്ങിച്ച് സമ്പാദിക്കുന്നു, കുറച്ച് പേർക്ക് പിച്ചി കൊടുക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്ക് പിച്ചി കൊടുക്കാൻ കഴിയുമോ? ഇതാണ് ചോദ്യം. പക്ഷെ അങ്ങനെ അല്ല ഈ ആൾ ദൈവവും വന്നിട്ടുള്ളത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരുടെ ആശ്രമത്തിൽ തന്നെ ഒരു പുസ്തകം ഇറക്കുന്നുണ്ടായിരുന്നു. ഒരു പ്രൊഫസർ രാമകൃഷ്ണൻ നായർന്നോ അങ്ങോട്ടാണ് അദ്ദേഹത്തിന്റെ പേര്. ആ പുസ്തകത്തില് ഈ വ്യക്തിയുടെ പല അത്ഭുത ക്രിയകളുണ്ട്. പല മാരക രോഗങ്ങളും മാറ്റിയതും, നീര് വലിച്ചെടുത്തതും. ഒരു ദിവസം കുട്ടിയായിരുന്ന ഈ ദൈവത്തിന്റെ മടിയിലേക്ക് ഒരു ഗരുഡൻ കൊണ്ടുവന്ന്, വിശന്ന് നിലവിളിച്ചപ്പോൾ ഒരു ഗരുഡൻ കൊണ്ടുവന്ന് മീൻ ഇട്ടെന്നും ആ കുട്ടി അതെടുത്ത് കഴിച്ചെന്നും, പിറ്റേന്ന് ഗരുഡൻ ഇത് മനസ്സിലായിട്ട് വീണ്ടും എല്ലാ ദിവസങ്ങളും ഉച്ച സമയമാകുമ്പോൾ, ആഹാര സമയമാകുമ്പോൾ മീൻ കൊണ്ടുവന്ന് ഇടുമായിരുന്നു എന്നാണ് ഒരു കഥ. മറ്റൊരു കഥയിൽ നൃത്തം ചെയ്യുന്ന തത്തകൾ, ഈ കുട്ടിയുടെ ദിവ്യത്തെ മനസ്സിലാക്കിയിട്ട് തത്തകൾ വന്ന് നൃത്തം ചെയ്തു എന്നും, പാമ്പ് വന്ന് ഉമ്മ വെച്ചിട്ട് പോയി എന്നും, പട്ടി എപ്പോഴും കൂടെ നടക്കുമായിരുന്നു എന്നും, ഇങ്ങനെ ഒരുപക്ഷെ ഡിങ്കൻ മായാവി കഥകളെ പോലും അതിശയിപ്പിക്കുന്ന കഥകളുടെ ഒരു കൂമ്പാരം തന്നെ 10 എഡിഷൻ പുറത്തിറങ്ങിയ, അത് ആ പുസ്തകത്തിന്റെ പേര് അമൃതാനന്ദമയി എന്നാണ്. ആ ദൈവത്തിന്റെ പേര് തന്നെയാണ്, ആൾ ദൈവത്തിന്റെ പേര് തന്നെയാണ്. ആ പുസ്തകത്തിലുള്ള ദിവ്യാത്ഭുതങ്ങളാണ്. പലതും നമുക്ക് കസേരയിൽ ഇരുന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് പിടിച്ചോണോ, അല്ലെന്നുണ്ടെങ്കിൽ ചിരിച്ച് തറയെ വീഴാൻ സാധ്യതയുണ്ട്. അത്രയ്ക്ക് രസകരമായ കഥകളാണ്. പക്ഷെ ഈ കഥകൾ അത്ര രസകരം എന്ന് നമ്മൾ തള്ളിക്കളയുമ്പോഴും ഇത് ശരിക്കും സ്വാധീനിക്കുന്ന ഒരുപിടി ആൾക്കാരുണ്ട്. അത്രയധികം ചിന്താശേഷിയൊന്നും ഇല്ലാത്ത ഒരാൾക്കാർ, ആ ആൾക്കാരിൽ വഴി ഒരു ബേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം ആൾ ദൈവങ്ങൾ.
ഇപ്പൊ സായിബാബ എടുത്തു നോക്കിയാലും സായിബാബയെ സംബന്ധിച്ച് ഒരുപാട് അത്ഭുത കഥകളുണ്ട്. ഈ അത്ഭുത കഥകള് അതിന്റെ സമയത്ത് വളരെ പ്രസക്തിയുള്ളവയായിരുന്നു. ആ കാലഘട്ടത്തിൽ അത് നന്നായിട്ട് വിറ്റുപോയിട്ടുണ്ട്. വിറ്റുപോയിട്ട് അവരൊരു ചെറിയൊരു ബേസ് ഉണ്ടാക്കുന്നു. ആ ബേസിൽ നിന്ന് ക്രമേണ എന്താണ് ചെയ്യുക? ഈ അത്ഭുതങ്ങളെ അവർ കൈയൊഴിയുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും അവർക്ക് ചെയ്യാൻ പറ്റില്ല. സായിബാബ അവസാനമായിട്ട് മിറക്കിൾസ് കാണിച്ചത് എനിക്ക് തോന്നുന്നു 98-ലാണെന്ന് തോന്നുന്നു, പരസ്യമായിട്ട്. അതൊരു ടെലിവിഷൻ ചാനലിലൂടെ അദ്ദേഹം ശിവലിംഗം എടുത്ത് കാണിക്കുന്നത് പരസ്യമായി എക്സ്പോസ്ഡ് ആയതിനു ശേഷം സായിബാബ പിന്നെ അതിനെ തുനിഞ്ഞിട്ടില്ല. പക്ഷെ അതുവരെ ചെയ്ത അത്ഭുതങ്ങളും അതിലൂടെ അടിമകളാക്കിയിട്ടുള്ള വിശ്വാസികളും അത് മതി. ഇനി ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു ആൾ ദൈവം ഓൾമോസ്റ്റ് ബേസ്ഡ്, അല്ലെങ്കിൽ ഒരു ആത്മീയതയുടെ ഒരു ആൾ രൂപം എന്ന് പറയുന്ന ഒരാൾ ഓൾമോസ്റ്റ് ഒരു ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയാളെ തടയുക അല്ലെങ്കിൽ അയാളെ തകർക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഏറ്റവും പ്രധാന കാര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ബേസിക് ആയിട്ടുള്ള ഇറാഷണാലിറ്റിയാണ്. നമുക്കറിയാം, നമുക്ക് ഒരു ആൾ ദൈവങ്ങളെയും പ്രതിരോധിക്കാനായിട്ടുള്ള ശേഷിയില്ല, ഒരു ദൈവങ്ങളെയും പ്രതിരോധിക്കാനായിട്ടുള്ള ശേഷിയില്ല. അതിന് കാരണമുണ്ട്. ഇവിടെ ഓരോ ദിവസവും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആൾ ദൈവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. രാവിലെ പിറന്നു വീഴുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോൾ ഇത് പലതും കാണാറില്ല. ചിലത് ഒരാഴ്ച ഓടും, ചിലത് 2 ആഴ്ച ഓടും, ചിലത് മാസങ്ങളോടും, ചിലത് വർഷങ്ങളോടും, ചിലത് പടർന്ന് പന്തലിച്ച് സ്ഥാപനങ്ങളായിട്ട് മാറും. ഇവർ വാരിക്കൂട്ടുന്നത് സമ്പത്താണ്. സമ്പത്തിന് വലിയ പ്രതിരോധ ശേഷി ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഏതെങ്കിലും ആൾ ദൈവം കേരളത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ആൾ ദൈവങ്ങളെല്ലാം തന്നെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അവർ സ്വയം പരാജയപ്പെടുകയായിരുന്നു, സ്വയം വെട്ടിമൂടുകയായിരുന്നു. പരമ അബദ്ധങ്ങൾ കാണിച്ചുകൊണ്ട്, വൻപിച്ച തെറ്റുകൾ ചെയ്തുകൊണ്ട് അവർ സ്വയം നശിക്കുകയായിരുന്നു. സന്തോഷ് മാധവൻ ഒരു ഉദാഹരണം. അങ്ങനെ സ്വയം നശിക്കാൻ തയ്യാറല്ലാത്ത ആൾ ദൈവങ്ങളെ നശിപ്പിക്കാനോ പ്രതിരോധിക്കാനോ പരിശോധിക്കാനോ ആയിട്ടുള്ള ഒരു മെക്കാനിസം നമ്മുടെ സമൂഹത്തിലില്ല. അത്രയ്ക്ക് അടിമുടി യുക്തിഹീനമായിട്ടുള്ള ഇറാഷണൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്ന് പറയുന്നത് അല്പം ഖേദമുണ്ട്. കാരണം ഈ സമൂഹം ഇങ്ങനെ ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് 1940-നും 70-നും ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ നമുക്ക് ഇത്തരത്തിലുള്ള ആൾ ദൈവങ്ങളെ കാണാൻ സാധിക്കാത്തത്? അല്ലെന്നുണ്ടെങ്കിൽ ബേസിക് ആയിട്ടുള്ള ഈ മത നവോത്ഥാനം, ഒരു മത തിമിരം കാണാൻ സാധിക്കാത്തത്? നമ്മുടെ സമൂഹത്തിൽ ഒരു റാഷണൽ ടെമ്പോ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ആർട്ടിക്കിൾ തന്നെ പറയുന്നുണ്ട്, 51AH ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ, ഇന്ത്യയിലെ ഓരോ പൗരന്റെയും കടമയാണ് മാനവികതയും ശാസ്ത്രബോധവും അന്വേഷണത്വരയും ഒക്കെ വളർത്തുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണ്. ഈ ആൾ ദൈവത്തിന്റെ തൊട്ട് യുക്തിവാദി സംഘ നേതാവിന്റെ വരെ കടമയാണിത്. ഈ കടമ നമ്മൾ കൈയൊഴിയുക എന്ന് മാത്രമല്ല, സമൂഹത്തിൽ ഏതെങ്കിലും ഒരു ആൾ ദൈവമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശുദ്ധനോ വരികയാണെങ്കിൽ അയാൾക്ക് വളരാനും പടരാനുമായിട്ടുള്ള എല്ലാ സാഹചര്യവും ഇന്നുണ്ടെന്നുള്ളതാണ്. മനസ്സിലായത്? ഉദാഹരണമായിട്ട് ഒരു ആൾ ദൈവം എവിടെയെങ്കിലും മുളച്ചു മുന്തിക്കഴിഞ്ഞാൽ അവരെ സ്വന്തം കുഞ്ഞിനെ പോലെ പോറ്റി വളർത്താൻ തയ്യാറായ മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും അധികാരികളും പോലീസും കോടതിയും ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപക്ഷെ ഒരു സമൂഹത്തിന്റെ കാവൽക്കാരെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, ഇവരെല്ലാം തന്നെ ഒരാൾ ദൈവത്തിന് വേണ്ടി നിലവിളിക്കുകയാണ്. അപ്പോൾ ഏതൊരാളും ഇങ്ങനെ വരുന്നത്, ഇപ്പോൾ ഞാൻ ഈ അടുത്തിടെ റിപ്പോർട്ടർ ചാനൽ എന്ന് പറയുന്ന TV-യിൽ കുറേ ആൾ ദൈവങ്ങളുടെ റിപ്പോർട്ടുണ്ടായിരുന്നു. അവരെല്ലാം ഈ എംബ്രിയോണിക് സ്റ്റേജിൽ നിൽക്കുന്നവരാ, പലരും ഭ്രൂണാവസ്ഥയിലാണ്. അവർ ഭ്രൂണാവസ്ഥയിൽ നിൽക്കുന്ന പറയുമ്പോൾ അവരെ കോവിലിലോ അല്ലെങ്കിൽ വീട്ടിലോ അവർക്ക് ഈ ഭാവം കാണുക അല്ലെങ്കിൽ വേഷം കിട്ടുന്ന സമയത്തൊക്കെ 100 പേര് 150 പേരൊക്കെ ഉള്ളൂ. പക്ഷെ ഇത് കഴിയുമ്പോൾ കുറെ കഴിയുമ്പോൾ പത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അന്ധവിശ്വാസങ്ങളുടെ അനോഫിലസ് കൊതുകുകളാണ് ഇന്നത്തെ കേരളത്തിലെ മിക്ക പത്രങ്ങൾ. മുഖ്യധാരാ പത്രങ്ങളുടെ കാര്യം പറയേ വേണ്ട. അവർക്കതുകൊണ്ട് വലിയ നേട്ടമുണ്ട്. നമ്മുടെ രാഷ്ട്രീയവും നമ്മുടെ മാധ്യമവും നോക്കുക, അവര് സമൂഹത്തെ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ലക്ഷ്യത്തിൽപ്പെട്ട കാര്യമല്ല. നിങ്ങൾക്ക് ഒരാളെ ഇറ്റ് ഈസ് വെരി ഈസി ടു ഫൂൾ പീപ്പിൾ ബട്ട് വെരി ഡിഫിക്കൽട്ട് ടു കൺവിൻസ് ദം. എന്തെങ്കിലും പറഞ്ഞ് ബോധ്യപ്പെടുത്താനാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം ഒരാളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. പത്രങ്ങൾ അതാണ് ചെയ്യുന്നത്, അവർ പറ്റിക്കും. രാഷ്ട്രീയക്കാരതാണ് ചെയ്യുന്നത്, അവർ പറ്റിക്കും. ഇപ്പോൾ ഇന്നലെ തന്നെ ഉണ്ടായ ഒരു പ്രസ്താവന, ഒരുപക്ഷെ നമ്മളെ പഴയ മുഖ്യമന്ത്രി അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ 1 മാസമായി പഠിച്ചിട്ട്, ഈ പഠനമാണ് അവർ രാഷ്ട്രീയക്കാര് വളരെ നല്ല നിലയിൽ വിദ്യാഭ്യാസമുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നാലും അവർ പഠനം ഒരിക്കലും വേണ്ടെന്ന് നോക്കില്ല, പഠിച്ചുകൊണ്ടേയിരിക്കും.
ഈ പഠനത്തോടുള്ള അഗാധമായ താല്പര്യം പലപ്പോഴും സമൂഹത്തിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട്. 1.5 മാസമൊക്കെയാണ് ഈ കാര്യം പഠിക്കാനായിട്ട് അദ്ദേഹം എടുത്തത്. പക്ഷെ 1.5 മാസം പഠിച്ചിട്ട് നമ്മളെല്ലാം സ്റ്റഡി ലീവ് എടുക്കും. 2 ആഴ്ച സ്റ്റഡി ലീവ് പോയിട്ട് നന്നായിട്ട് പഠിച്ചെഴുതുന്നവരും 2 വർഷം പഠിച്ചിട്ട് എഴുതി തോക്കുന്നവരും ഉണ്ടല്ലോ. അതേപോലൊരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ചർച്ച ഇന്നിവിടെ സംഘടിപ്പിക്കുന്നത്. ഇവിടെ കരുനാഗപ്പള്ളിയിൽ 2 സമ്മേളനങ്ങൾ നടന്നു എന്നാണ് എനിക്കറിയാം. ഈ സമ്മേളനങ്ങൾ നടന്നതിന്റെ അടിസ്ഥാനം ഇവിടെ നമ്മൾ പരാമർശിക്കപ്പെട്ട ഈ ആൾ ദൈവത്തിനെ സംബന്ധിച്ച് അവരുടെ കൂടെ പ്രവർത്തിച്ചിരുന്ന ഒരു പരിചാരിക, അവർ പുറത്തു പോയിട്ട് 99 പുറത്തു പോയി. കഴിഞ്ഞ 14 വർഷം കൊണ്ട് പല കാര്യങ്ങളും ഉള്ളിൽ ഇങ്ങനെ അടക്കി വെച്ചിരുന്നു. അതിനുശേഷം അവരൊരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിൽ ഈ മഠവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർ എഴുതി എന്നുള്ളതാണ് ഇപ്പോൾ ഒരു പുതിയൊരു ഉത്സാഹത്തിന്റെയും ഉന്മേഷത്തിന്റെ അടിസ്ഥാനം. ഞാൻ സത്യത്തില് വളരെ അത്ഭുതപ്പെട്ടു പോയി. ഗെയിൽ ട്രെഡ്വെൽ എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരി പറഞ്ഞിട്ടാണോ മലയാളി ഇത്തരം ആൾ ദൈവങ്ങളെ കുറിച്ച് അറിഞ്ഞത്? അപമാനകരമല്ലേ അത്? നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ആൾ ദൈവങ്ങളും ഇത്തരത്തിലുള്ള വ്യക്തികളും വളർന്ന് വലുതായി വരുമ്പോ അപ്പോഴെല്ലാം കണ്ണടച്ചുകൊണ്ടേയിരിക്കുക. ആരൊക്കെയാണ് കണ്ണടയ്ക്കുന്നത്? നിങ്ങൾക്കൊരു വീട്ടിലേക്ക് കയറി മോഷ്ടിക്കണമെങ്കിൽ അവിടെ ഒരു കാവൽക്കാരനുണ്ടാവും, ഒരു കാവൽ നായ ഉണ്ടാവും, വീട്ടുകാരനുണ്ടാവും. ഈ 3 പേര് ഉറങ്ങുകയാണെങ്കിൽ ഈ 3 പേരുടെയും വായിലേക്ക് നിങ്ങളൊരു മയക്ക് ബിസ്ക്കറ്റ് വെച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ നിസ്സാരമായി കയറി മോഷ്ടിക്കാൻ സാധിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇവിടുത്തെ ഗവൺമെന്റ്, ഇവിടുത്തെ ജുഡീഷ്യറി, ഇവിടുത്തെ പോലീസ്, ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള തെറ്റുകൾ നടക്കുമ്പോൾ കാവൽ നായ്ക്കളെ പോലെ കുരച്ചു ചാടേണ്ടുന്ന ഇത്തരം സ്ഥാപനങ്ങളും വ്യക്തികളും അവർ വല്ലാതെ നിശബ്ദരാണ്. കാരണം നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ എല്ല് കടിച്ചു പിടിച്ചിരിക്കുന്ന പട്ടിക്ക് കുറയ്ക്കാൻ സാധിക്കില്ല. ഇവരുടെ എല്ലാം വായിലേക്ക് എല്ല് വെച്ചു കൊടുത്തിട്ടുണ്ട്. പത്രങ്ങളുടെ വായിലുണ്ട്, രാഷ്ട്രീയക്കാരുടെ വായിലുണ്ട്, പോലീസിന്റെ വായിലുണ്ട്, മാധ്യമങ്ങളുടെ വായിലുണ്ട്. എല്ലാവർക്കും ബെനഫിഷ്യൽ ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ് നടക്കുന്നത്. ആകെപ്പാടെ വഞ്ചിക്കപ്പെടുന്ന സമൂഹമാണ്. എല്ലാവരും വഞ്ചിക്കപ്പെടുമ്പോൾ നിങ്ങൾ അതിൽ കൂടുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെതിരെ സംഘടിപ്പിക്കപ്പെടുന്ന റാലികളിലും പൊതുയോഗങ്ങളിലും മീറ്റിങ്ങുകളിലും ആളുകൾ കുറയുകയും ഇതിനനുകൂലമായി നടക്കുന്ന മീറ്റിങ്ങുകൾ വൈഡായിട്ട് ടെലികാസ്റ്റ് ചെയ്യണം. ചില ആൾക്കാരൊക്കെ ഈ ഒരു വിഷയം തന്നെ വന്നതിന് ശേഷം, ഗെയിലിന്റെ വിഷയം വന്നതിന് ശേഷം പിറ്റേ ദിവസത്തെ നേരോടെ, നിർഭയം, നിരന്തരം തുടങ്ങിയ ഭീകരമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുന്നിൽ വെക്കുന്ന ചില ചാനലുകൾ അവർ അഗാധമായിട്ടുള്ള നിശബ്ദതയിലായിരുന്നു. പ്രധാനപ്പെട്ട ചാനലുകൾ ഞങ്ങൾ വാർത്തകളെല്ലാം പ്രക്ഷേപണം ചെയ്യും എക്സെപ്റ്റ് ദിസ് എന്ന് പറയുന്ന ഒരു ചാനൽ. എല്ലാ വാർത്തകളും ബ്രാക്കറ്റിൽ ഈ ആൾ ദൈവത്തിന്റെ ഒഴികെ. ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ. പക്ഷെ അവര് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവരുടെ ഒരു ആരാധകൻ അല്ലെങ്കിൽ ഒരു മക്കളെന്നാ പറയാ, അതാണ് ഏറ്റവും വലിയ രസം. എത്ര മക്കൾ എന്നൊക്കെ പറഞ്ഞാൽ എത്ര നല്ല ടേമാ മലയാളിയെ സംബന്ധിച്ചിടത്തോളം. അമ്മ എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ഹൃദയത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു പദമാണ്. നമ്മൾ ആദ്യം കാണുന്ന, ഏറ്റവും അധികം ബഹുമാനിക്കുന്ന, നമ്മൾ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന വ്യക്തിയാണ് അമ്മ. സ്വന്തം അമ്മയെ ഒരിക്കൽ പോലും അമ്മയെന്ന് പോലും വിളിക്കാത്തവൻ ചിലപ്പോൾ അവൻ തള്ളയെന്നായിരിക്കും വിളിക്കുന്നത്. നിങ്ങള് അമ്മ ചിലപ്പോൾ നമ്മളോട് വഴക്കടിക്കും, നമ്മളെ ശകാരിക്കും, ചിലപ്പോൾ ശപിക്കുന്നിരിക്കും, നീ ഗുണം പിടിക്കാതെ പോട്ടെന്ന് പറഞ്ഞിരിക്കും. പക്ഷെ അത് കലർപ്പില്ലാത്ത സ്നേഹമാണ്. പക്ഷെ ഇത് വിട്ടിട്ട് ചില ആൾക്കാർ, അതായത് ഈ സ്നേഹിക്കുക എന്ന് പറയുന്ന ഒരു ബിസിനസ്സാണ്. വേഷം കെട്ടി നിന്ന് സ്നേഹിക്കുക, ഉമ്മ വെക്കുക എന്ന് പറയുന്ന ബിസിനസ്, മോനെ മോളെ എന്ന് വിളിക്കുക എന്നുള്ളത് ബിസിനസ്. ഇത് പണ്ട് ബിസിനസ് ആയിരുന്നില്ല, ഇത് പണ്ട് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. ഇത് കേന്ദ്രീകൃതമായ ഒരു ബിസിനസ് ആയിട്ട് മാറ്റാം. അപ്പൊ സ്വന്തം അമ്മയുടെ പ്രാധാന്യം മനസ്സിലാക്കാത്തവനാണ് പലപ്പോഴും. നിങ്ങൾക്കൊരു അമ്മയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അമ്മ ഉണ്ടാവേണ്ട കാര്യമില്ല. അമ്മ എന്ന് പറയുന്ന ശാശ്വതമായ സത്യമാണ്.
രണ്ടുപേർക്ക് നിങ്ങളെ പ്രസവിക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള വേഷം കെട്ടലുകൾ, വേഷങ്ങൾ അവർ തന്നെ പറയുന്ന ഭാവം എന്നാണ്. അതിനെ മലയാളത്തിൽ കുറച്ചുകൂടെ പരിഭാഷപ്പെടുത്തി കഴിഞ്ഞാൽ വേഷം കെട്ടലുകൾ എന്നാണ്. വേഷം കെട്ടലുകൾക്ക് മുന്നിലേക്ക് ആർത്തലച്ചു പോകുന്ന ഒരു ജനത എന്ന് പറയുന്നത് വളരെ അപമാനകരമാണ്. ഞാൻ ആ പറഞ്ഞ ചാനലുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ചാനലുകൾ എല്ലാം തന്നെ വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള സൈലൻസ് ആയിരുന്നു. ഇന്നും ഇങ്ങനെ ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ധാരണ കൊടുക്കാത്ത രീതിയിലാണ്, അല്ലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് പറയുന്നില്ല. മറിച്ച് ഈ ആശ്രമത്തിൽ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നടക്കുന്നു. ആ കുഴപ്പങ്ങൾക്കെതിരെ ഉള്ള പ്രസ്താവനകളാണ് പത്രങ്ങളിലും ഈ മാസികകളിലും വരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് ആദ്യം പ്രക്ഷേപണം ചെയ്ത ന്യൂസ് ഭയങ്കര രസകരമായിരുന്നു. 3-ാം ദിവസം അവർ പ്രക്ഷേപണം ചെയ്ത് അമൃതാനന്ദമയി മഠത്തിനെതിരെ ആരോപണം ഉന്നയിച്ചവർക്കെതിരെ, ഫേസ്ബുക്കിൽ ഉന്നയിച്ചവർക്കെതിരെ കേസ്. അപ്പോൾ എന്താണ് ആരോപണമെന്നും എന്താണ് സംഭവമൊന്നും ഇല്ല, മനസ്സിലായി. അങ്ങനെയെങ്കിലും ആ ന്യൂസ് വരികയുണ്ടായി. അതാണ് അതിന്റെ രസം. അപ്പൊ അതായത് പ്രധാന വാർത്ത തമസ്കരിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായിട്ടുള്ള വാർത്തകളാണ് വരിക. ഇവിടെ സരിത എസ് നായര് ഒരു ആരോപണം ഉന്നയിച്ചു, അബ്ദുള്ള കുട്ടി അവരെ മാനഭംഗപ്പെടുത്താൻ ശ്രമിച്ചു എന്ന്. ഉടനെ അബ്ദുള്ള കുട്ടിക്കെതിരെ കേസെടുത്തു. ഗെയിൽ ട്രെഡ്വെൽ ഇതേ കണക്കൊരു ആരോപണം ഉന്നയിച്ചു, അമൃത സ്വരൂപാനന്ദ തന്നെ മാനഭംഗപ്പെടുത്തി എന്ന് പറഞ്ഞൊരു ആരോപണം ഉന്നയിച്ചപ്പോൾ ഗെയിൽ ട്രെഡ്വെലിനെതിരെ കേസെടുത്തു. ഇതാണ് അതിന്റെ ഒരു അവിടെ ഇതിനകത്തെല്ലാം ഉണ്ട്. അതിനകത്ത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അതായത് എല്ലായിടത്തും കെട്ടുകയാണ്, എല്ലാവരുടെയും വായിലേക്ക് വെച്ചു കൊടുക്കണം, അവർ മിണ്ടാതിരിക്കാൻ തക്ക രീതിയിൽ വെച്ചു കൊടുക്കുകയാണ്. എല്ലാ ആൾ ദൈവങ്ങളും വളരുന്നത് എങ്ങനെയാണ്? ആദ്യം ഞാൻ പറഞ്ഞു, മിറക്കിളുകളും അത്ഭുതങ്ങളും ദിവ്യാത്ഭുതങ്ങളും ഒക്കെ ഉള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷം മെല്ലെ മെല്ലെ നമുക്ക് എന്ത് ക്രിമിനാലിറ്റിയും മതത്തിന്റെ പേരിൽ വിറ്റഴിക്കാൻ പറ്റും. അതാണ് നമ്മളുടെ ഒരു ശാപം. ഇപ്പൊ 2 ദിവസം മുമ്പ് ഒരു ബിഷപ്പ് അദ്ദേഹത്തെ ഒരു പോലീസ് പരിശോധന നടത്തിയെന്ന് പറഞ്ഞ് ഇനി ഉണ്ടാക്കാനില്ലാത്ത പ്രശ്നം എന്താ? ഈ ബിഷപ്പ് എന്ന് പറയുന്ന ആളിനെ പോലീസിന് പരിശോധിച്ചൂടെ? അല്ലെങ്കിൽ വലിയ ഉന്നത സ്ഥാനത്തിരിക്കുന്നു പറയുന്ന ആ വ്യക്തിക്ക് എന്തുകൊണ്ടാ എന്നെ പരിശോധിച്ചോളൂ, ഞാനൊരു മാതൃകാ പുരുഷനാണ് എന്നല്ലേ പറയേണ്ടത്? ഇനി നാളെ വഴിതടയിൽ വരാൻ പോകുന്നു പോലും അദ്ദേഹത്തെ പോലീസ് പരിശോധിച്ചുകൊണ്ട് അദ്ദേഹം ഉടനെ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചു പോലും, ആഭ്യന്തരമന്ത്രി അലറി വിളിച്ചു പോലും, പോലീസുകാരൊക്കെ തൂത്തുവാരി സസ്പെൻഡ് ചെയ്തു പോലും. ഇതെന്തുവായത്? പിടിയിൽ നിന്ന് ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ. അത് പലരും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നു ഇനി എല്ലാ മതങ്ങളും ഇങ്ങനെ ഓരോന്നിങ്ങനെ പിടിച്ച് വാങ്ങിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വളരെ രസമായിരിക്കും പിന്നെ ജീവിക്കാൻ, നമുക്കും കിട്ടും. അങ്ങനെയല്ല. മതേതരത്തിന്റെ അടിസ്ഥാന സ്വഭാവവും അതിന്റെ ഗുണവും അതിന്റെ രീതിശാസ്ത്രവും അറിയാത്തതുകൊണ്ടാണ്. അതിനൊരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. 1860-കളിലാണ് ഇന്ത്യൻ പീനൽ കോഡ് ഇവിടെ വന്നത്. ഇന്ത്യൻ പീനൽ കോഡിൽ പല പല ബ്രിട്ടീഷ് അവര് വിഭാവനം ചെയ്ത വ്യവസ്ഥകളുണ്ട്. അത് തന്നെയാണ് ബംഗ്ലാദേശിനും പാകിസ്ഥാനും എല്ലാം അവർ അത് ഒറ്റയടിക്ക് കൊടുത്ത സാധനം. ഈ പീനൽ കോഡ് ഇന്ന് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളം റിവിഷനുകൾ, ഭേദഗതികൾക്ക് വിധേയമായിട്ടുണ്ട്. പലതും മാറ്റി. ഈ മാറ്റാൻ അതിനകത്ത് ഒന്നും ഇല്ല എന്നുള്ള സത്യം. തൊടാത്തത് വളരെ അപൂർവമായിട്ടുള്ള ചില പ്രൊവിഷൻസ് മാത്രമാണ്. അത്ഭുതകരം എന്ന് പറയട്ടെ, ആ പ്രൊവിഷൻസ് എല്ലാം മതവുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസാണ്. 153A ഒരു വകുപ്പ്, 295A ഒരു വകുപ്പ്. ഈ 2 വകുപ്പുകളെ കുറിച്ച് വളരെ വ്യക്തമായി പറയേണ്ടതായിട്ടുണ്ട്. 295A എന്ന് പറയുന്നത് മനഃപൂർവ്വം മതവികാരം വ്രണപ്പെടുത്തുകയോ മതാരാധനയെ തടസ്സപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രവൃത്തി വാക്കിലോ നോക്കിലോ ആംഗ്യത്തിലോ വ്യംഗ്യത്തിലോ എന്തെങ്കിലും ആംഗ്യം കാണിച്ചാലും മതി. അതായത് എന്റെ മതവികാരത്തെ നിങ്ങൾ ഒരു ആംഗ്യം കാണിച്ച് വ്രണപ്പെടുത്തിയാൽ, വ്രണപ്പെടുത്തിയോന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. അങ്ങനെയുണ്ട്. അങ്ങനെ ചെയ്താൽ നിലവിലുള്ള 1860-ലെ ഒരിക്കലും ഒരു റിപ്പബ്ലിക്കിന് ചേരാത്ത, ഒരു മതേതര രാജ്യത്തിന് ചേരാത്ത ഒരു കോളനിക്ക് വേണ്ടി ബ്രിട്ടീഷുകാർ കരുതി വെച്ചിരുന്ന ഒരു നിയമമാണിത്. അതായത് അന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ തമ്മിൽ തല്ലുകയും വർഗീയ ലഹളകളൊക്കെ ഉണ്ടാകുമ്പോൾ
ഇത് ഒറ്റ അടിക്ക് വെട്ടി ഇല്ലാതാക്കാനായിട്ട്, ഈ തമ്മിലടി ഇല്ലാതാക്കാനായിട്ട് ഉണ്ടാക്കിയൊരു ഒരു ഡ്രാക്കോണിയൻ റൂളാണ് ഈ 295A ഉള്ളത്. അതായത് അടിയൊന്നും വേണ്ട, ഇങ്ങനെ ഒരു പ്രശ്നവും പാടില്ല, പരസ്പരം നിന്ദിക്കാൻ പാടില്ല. കാര്യം ഇവർക്കൊരു വലിയ ശല്യമാണ് ഈ മതങ്ങളുള്ള തമ്മിലടി. പക്ഷെ അതിനകത്ത് എഴുതിയിരിക്കുന്ന രസമാണ്, നിങ്ങൾ വാക്കുകൊണ്ടോ നോക്കും കൊണ്ടോ ആംഗ്യം കൊണ്ടോ വ്യംഗ്യം കൊണ്ടോ വേറൊരാളുടെ മതവികാരത്തെ വ്രണപ്പെടുത്തുക. ഈ വ്രണപ്പെടുക എന്നൊക്കെ പറയുന്നത് സബ്ജക്റ്റീവാണ്. ചില കാര്യങ്ങൾ എത്ര പറഞ്ഞാലും ആളുകൾ വളരെ മാന്യമായി ചിരിച്ചുകൊണ്ട് സംസാരിക്കും. ചിലർക്ക് ആദ്യം ഒന്ന് പറയുമ്പോഴത്തേക്ക് അവർ പൊട്ടിത്തവരും. അപ്പൊ ഇതെല്ലാം സബ്ജക്റ്റീവാണ്, വ്യക്തിഗതമാണ്. അങ്ങനെ ഒരു വ്രണപ്പെടൽ നടന്നു കഴിഞ്ഞാൽ ആ 295A പറയുന്നത് എന്താണ്? അതാണ് രസം. 3 വർഷം കഠിന തടവാണ് അതിന് ശിക്ഷ. 1 ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മാത്രമേ ആ കേസിൽ വിധി നിർണ്ണയിക്കാൻ സാധിക്കുള്ളൂ. ഏത് കോടതിയിലും അതെടുക്കില്ല. 3, അങ്ങനെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ നോൺ ബെയിലബിൾ ഒഫൻസ്. ജാമ്യമില്ലാതെ ശിക്ഷിക്കപ്പെടും. അതായത് നിങ്ങൾ ജയിലിൽ കിടക്കും 10-40 ദിവസം, കുറഞ്ഞ 15 ദിവസം ഉറപ്പ്. അതായത് ജാമ്യം കിട്ടില്ല, 3 വർഷം കഠിന തടവ്. ഇത്രയും ഉയർന്ന കോടതിയിൽ മാത്രമേ അതിന് ശിക്ഷ, അല്ലെങ്കിൽ അത് വിസ്തരിക്കാൻ പാടും. എന്താണ് എന്റെ നിയമം? ആംഗ്യത്തിലോ വ്യംഗ്യത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ഒരാളുടെ മതവികാരം വ്രണപ്പെടുത്തുക. ആർക്കും ആരെ വേണേലും പിടിച്ചകത്തിടുക. കാരണം ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്ത് ആരെയും ശിക്ഷിച്ചിട്ടില്ല ഇന്നേ വരെ. അതാണ് അതിന്റെ രസം. ശിക്ഷിക്കാൻ സാധിക്കില്ല, ആർക്കും തെളിയിക്കാനും സാധിക്കില്ല. പക്ഷേ ഇതിന്റെ ഓഡിയൽ, ഇത് സംഭവിക്കുന്ന, അതായത് ഒരിക്കൽ ഒരാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ജയിലിലാണ്. ഇപ്പൊ സനൽ ഇടമറുക എന്തുകൊണ്ടാണ് ഇങ്ങോട്ട് വരാത്തത്? ശിക്ഷിക്കപ്പെടുമെന്ന് പേടിച്ചിട്ടല്ല, മറിച്ച് ഹി വിൽ ബി അറസ്റ്റഡ് ആൻഡ് ഹി വിൽ ബി അറസ്റ്റഡ് ആൻഡ് പുട്ട് ടു ജയിൽ. ജയിലിൽ കിടക്കണം. കുറ്റം ചെയ്തോ ഇല്ല എന്നുള്ള ഒരു വിഷയമല്ല, നോൺ ബെയിലബിൾ ഒഫൻസിന്റെ ഒരു വിഷയമാണ്. എന്നാൽ ഇതിനകത്ത് രസകരമായ 296 ആർട്ടിക്കിൾ 296 ഇതേ കണക്കുണ്ട്. പീനൽ കോഡിൽ തന്നെ ഒരു സാധനമാണ്. അത് പറയുന്ന കുറെ കൂടെ രസമാണ്. അതായത് നിങ്ങൾ ഒരു മത ആരാധന നടത്തുന്ന സ്ഥലം, മതസമ്മേളനം നടത്തുന്ന സ്ഥലത്ത് നിന്നിട്ട് മനഃപൂർവ്വം അതിനെ തടസ്സപ്പെടുത്തുകയോ ആ വേദി അട്ടിമറിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, ചെയ്തു വന്നിരിക്കട്ടെ, അങ്ങനെ ചെയ്താൽ കുറ്റകരമാണ്. പക്ഷെ അതിന്റെ ശിക്ഷ 1 വർഷം തടവാണ്. അത് ബെയിലബിൾ ഒഫൻസാണ്. ജാമ്യം കിട്ടും. ഏത് കോടതിയിലും അത് വിസ്തരിക്കാം. നോക്കുക, ഒരു മത ആരാധന നടത്തുന്ന സ്ഥലത്ത് ചെന്നത് തകർക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുക, ഒരു മതസ്ഥാപനം തല്ലി തകർക്കുക, ഇതിന് ഇന്ത്യൻ പീനൽ കോഡിലുള്ള ശിക്ഷയാണ് 1 വർഷം തടവും. ഏത് കോടതിക്കും വിധി നിർണ്ണയിക്കാം. അതുപോലെ തന്നെ ജാമ്യം കിട്ടും. അതേസമയം വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആംഗ്യം കൊണ്ടോ വ്യംഗ്യം കൊണ്ടോ ഒരാളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയാൽ കിട്ടുന്ന ശിക്ഷ നോൺ ബെയിലബിൾ ഒഫൻസ് 3 വർഷം തടവ്. ഓൺലി ഫസ്റ്റ് കാർഡ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് മാത്രമേ വിധിക്കാൻ പറ്റൂ. ഇതേ കണക്കിന് 153A എന്ന് പറയുന്ന മറ്റൊരു വകുപ്പുണ്ട്. അതിൽ മതം മാത്രമല്ല, വംശം, ഭാഷ, ജന്മസ്ഥലം, ഇതുമായി സംബന്ധിച്ചുണ്ടാകുന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ചില റിമാർക്കുകൾ നിങ്ങൾക്ക് കേസ് കൊടുക്കാം. ഉദാഹരണമായിട്ട് നിങ്ങളുടെ കരുനാഗപ്പള്ളി എന്ന് പറയുന്നതിനകത്ത് ഒരു കരുനാഗമുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കേസ് കൊടുക്കാം, നിലവിലുള്ള അവസ്ഥ അനുസരിച്ച്. അത് വലിയ കുറ്റമാണ്. അല്ലെങ്കിൽ തിരുവനന്തപുരത്തുകാരത്ത് ഒരാൾ അയാളുടെ ഭാഷ ഭയങ്കര എന്താണ്, ഇത് അപ്പിക്കൾച്ചർ ലാംഗ്വേജ് ആണ് അല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കും കേസ് കൊടുക്കാം. വംശീയമായ പാടില്ല, ഒരാളെ ഒരു തമിഴിനെ പാണ്ഡ്യ എന്ന് വിളിച്ച് അയാൾക്ക് കേസ് കൊടുക്കാം. എല്ലാം ഇതിനകത്തുണ്ട്. ആരും കൊടുക്കാറില്ല. ഇതൊക്കെ ഡിങ്കൻസ് നിയമങ്ങളായതുകൊണ്ട് ആരും ഇതിന്റെ പുറകെ പോകാറില്ല. പക്ഷെ ഞാൻ 295A വീണ്ടും വരികയാണ്. മതസ്പർദ്ധ ഉണ്ടാക്കുക, മതവികാരം ഹനിക്കുക. ഈ മഠം എടുത്തിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ അവർ ഫയൽ ചെയ്തിരിക്കുന്ന കേസുകൾ ഒന്ന് 295A ഒന്ന് 253A. ഈ 2 കേസുകളും മതസ്പർദ്ധ ഉണ്ടാക്കുക, മതവികാരം ഹനിക്കുക. ഇതാരാണ് ചെയ്യുന്നത്? ഇവര് തന്നെയാണ് ഇത് ചെയ്യുന്നത്. ഈ ഗെയിൽ ട്രേഡബിളിന്റെ ഈ വെളിപ്പെടുത്തലുകൾക്ക് ശേഷമുണ്ടായ സംഭവങ്ങൾ അമൃതാനന്ദമയി മഠം നേരിട്ടത് മതപരമായിട്ടാണ്. ഞങ്ങളും അവരും എന്നുള്ള ഡിവിഷൻ, വിഭജനം
ഈ സമൂഹത്തിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നിങ്ങളെന്താ കാന്തപുരത്തിന്റെ തിരുകേശത്തെക്കുറിച്ച് സംസാരിക്കാത്തത്? അല്ലെങ്കിൽ നിങ്ങളെന്താ ഇത് ആരൊക്കെയാണ് ഇതിന്റെ പുറകിലുള്ളത്? ചന്ദ്രക്കലയാണ് പുറകിലുള്ളത്, കുരിശാണ് പുറകിലുള്ളത്. ഇവിടെ നടന്ന സമ്മേളനങ്ങളിലെ എല്ലാ വീഡിയോസ് ഞാൻ ശ്രദ്ധിച്ചു. ശുദ്ധമായ മതം ഉണ്ടാക്കുന്ന രീതിയിൽ ആയിരുന്നു പ്രസംഗങ്ങളെല്ലാം തന്നെ. ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ എൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ 22 പേരുണ്ട്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ്, യൂണിവേഴ്സിറ്റി കോളേജ്. അതിൽ ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളാണ്. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ അറിയുക, അതിലൊരാൾ പോലും ഈ ഒരാൾ ദൈവത്തിന് അനുകൂലമായി സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടില്ല. എന്നിട്ടും ഇന്ത്യയിലെ മുഴുവൻ ഹിന്ദുക്കളുടെയും പ്രതിപുരുഷനായിട്ട് അല്ലെങ്കിൽ പ്രതിപുരുഷയായിട്ട് ഇവർ സ്വയം ചിത്രീകരിക്കുകയാണ്. എത്ര വലിയ വിരോധാഭാസമാണ് ഇത്! നമ്മുടെ സമൂഹത്തിലൊരു വലിയ ശാപമാണിത്. ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ, അദ്ദേഹത്തിനെതിരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങളുടെ പരമ്പര തന്നെ ഉണ്ടായപ്പോൾ വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല അദ്ദേഹം പ്രതിരോധിച്ചത്. അദ്ദേഹം പറഞ്ഞത് ജാതി പറഞ്ഞുകൊണ്ടാണ്. മുഹമ്മദ് അസ്വറുദ്ദീൻ കോഴക്കേസിൽ അകത്തായി ഡിസ്ഗ്രേസ്ഡ് ആയപ്പോൾ അവസാനം പുള്ളിക്കാരന് പറയാനുള്ള ഓപ്ഷൻ എന്താണ്? ഞാനൊരു ന്യൂനപക്ഷക്കാരനായതുകൊണ്ടാണ്. നോക്കൂ, ഇതൊരു പാറ്റേൺ ആയി മാറിയിട്ടുണ്ട്. എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തു കഴിഞ്ഞാലും ജാതിയും മതവും പറഞ്ഞ് സ്വയം സംരക്ഷിക്കാനായിട്ടുള്ള ആളുകളുടെ പ്രവണത വർദ്ധിച്ചു വരികയാണ്. KG ബാലകൃഷ്ണൻ പറഞ്ഞു, ഞാനൊരു ദളിതനായതുകൊണ്ടാണ് ഇതല്ല. വേറെ ദളിതരൊന്നും ഇല്ല, എന്തസ്സായിട്ട് ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. എനിക്കൊക്കെ വലിയ ആരാധനയായിരുന്നു അദ്ദേഹത്തോട്. ഇത്രയും ഒരു ചെറിയ എളിയൊരു അവസ്ഥയിൽ നിന്ന് ഇത്രയും മേളിച്ചു നിന്നിട്ട് പച്ചയ്ക്ക് ജാതി പറയാണ് അദ്ദേഹം. ആൾദൈവങ്ങൾ അവസാനം പറയുന്നത്, ആൾദൈവങ്ങൾ പൊതുവിൽ പറയുന്നതാണ്. ആൾദൈവങ്ങൾ ഒരു പൊതു സ്വഭാവം, നമ്മൾ ഈ പറയുന്ന മനുഷ്യ ദൈവങ്ങളുടെ പൊതു സ്വഭാവം. അവർ പറയാം, ഞങ്ങൾക്ക് ജാതിയും മതമൊന്നും ഇല്ല കേട്ടോ. അതെന്തിനാണ്? എല്ലാ ജാതിയിൽപ്പെട്ടവരും മതത്തിൽപ്പെട്ടവരും തങ്ങളോടൊപ്പം ഉണ്ടാവണം, കച്ചവടം വർദ്ധിപ്പിക്കാനായിട്ടാണ്. ഇപ്പോ ശ്രീ രവിശങ്കറോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾദൈവമോ വള്ളിക്കാവിലെ ദൈവമോ ഒക്കെ എടുത്തു നോക്കുക, അവർക്കാർക്കും മതഭേദമില്ല. അവരുടെ മതം എന്ന് പറഞ്ഞാൽ their religion is money. ആക്ച്വലി പണമാണ് അവരുടെ മതം. പൊതുസമൂഹത്തിന്റെയും മതം പണം തന്നെയാണ്. അവിടെയാണ് ഒരു ഹസ്തദാനം വരുന്നത്. ഇവർ മതം ഇവർക്കില്ല. എപ്പോഴും പറയുന്നത്, ഒരു മീഡിയ വണ്ണിൽ ഒരു ചെറിയൊരു ബൈറ്റ് വന്നു. ഇവരൊക്കെ ഒരു DYFI നേതാവ് പോയി സംസാരിക്കുന്ന ഒരു ബൈറ്റാണ്. നിരന്തരമായിട്ട് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ജാതിയില്ല മതമില്ല, ജാതിയില്ല മതമില്ല. പക്ഷേ നോക്കൂ, യോഹന്നാൻ എത്ര വാങ്ങിക്കുന്നു? പോട്ടയിലെ കുറിച്ച് നിങ്ങൾക്ക് പറയാനില്ലേ? കാന്തപുരത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനില്ലേ? ഞങ്ങളെ മാത്രമാണോ പറയുന്നത്? അവരെ നോക്കൂ. ഈ മതവിമർശനത്തിന്റെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ ഫേസ്ബുക്കിലൊക്കെ പോകുന്നതുകൊണ്ട് വളരെ അറിയാം. നമ്മൾ ഗീതയെക്കുറിച്ച് എന്തെങ്കിലും എഴുതാണെങ്കിൽ ഹിന്ദുക്കൾ ഉടനെ വന്ന് പറയും, നിങ്ങൾ ഗീതയെക്കുറിച്ച് എഴുതിയോണ്ടാണ് നിങ്ങളുടെ കൈ ഇപ്പം എങ്ങനെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഗീതയെക്കുറിച്ച് നിങ്ങൾ എന്തോ എഴുതിയ ശരിയോ തെറ്റോ അത് ഞങ്ങൾക്ക് പ്രശ്നമല്ല. നിങ്ങൾ വേറെ വല്ലവരെ കുറിച്ച് എഴുതിയിരുന്നെങ്കിൽ നിങ്ങളുടെ കൈ കാണില്ല. നമ്മൾ എപ്പോഴും മറ്റുള്ളവരെ ചൂണ്ടിക്കാണിച്ചാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുക. അതായത് ആ മതത്തിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ പറയുന്നില്ല? നമുക്ക് ഒരേ സമയം 4-5 മതങ്ങൾക്കെതിരെ പറയാൻ സാധിക്കുമോ? ഒരു മതത്തിലെ ഏതെങ്കിലും ഒരു ഗ്രന്ഥമോ അല്ലെങ്കിൽ ഒരു മതത്തിലെ ഏതെങ്കിലും ഒരാൾ ദൈവമോ അല്ലെങ്കിൽ ഒരു മതത്തിലെ ഏതെങ്കിലും ഒരു അനാചാരമോ ബന്ധപ്പെടുത്തി എന്തെങ്കിലും വിമർശനം വരികയാണെങ്കിൽ ഇത്തരം ശക്തികൾ ആദ്യം എടുക്കുന്നത് ജാതി പറയുക, മതം പറയുക എന്നുള്ളതാണ്. എന്തുകൊണ്ട് നിങ്ങൾ അവർക്കെതിരെ പറയുന്നില്ല? അപ്പൊ ഇത് കേട്ടാൽ തോന്നും, അതായത് കുറ്റസമ്മതമാണ്, ഞങ്ങൾ കുറ്റം ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അവർക്കെതിരെ പറയുക. എത്ര വികലമായ ലോജിക്ക. പക്ഷെ ഇത് വികലമല്ല. കാരണം എന്താണ്? നിങ്ങളും അവരും എന്നുള്ളൊരു ബോധ്യം ജനങ്ങളിൽ ഉണ്ടാക്കുക, ജനത്തെ വിഭജിക്കുക, മതത്തിന്റെ അടിസ്ഥാനത്തിൽ സമൂഹത്തെ വെട്ടിക്കീറുക, മതസ്പർദ്ധ ഉണ്ടാക്കുക. 295A അത് യഥാർത്ഥത്തിൽ ചെയ്യുന്ന ഇത്തരം ആൾക്കാരാണ്. എന്നിട്ട് ഇവർ കേസ് ഫയൽ ചെയ്യുന്നത് 295A പ്രകാരം. എത്ര വലിയ വിരോധാഭാസമാണ്! ജാതി പറയുന്നത് എവര്, മതം പറയുന്നത് എവര്, മതപരമായ സ്പർദ്ധ ഉണ്ടാക്കുന്ന രീതിയിൽ പ്രസംഗങ്ങൾ നടത്തുന്നതും പ്രയോഗങ്ങൾ നടത്തുന്നതും പ്രവർത്തിക്കുന്നതും എവര്. എന്നിട്ട് എവര് മറ്റുള്ളവർക്കെതിരെ കേസെടുക്കുന്നത് ഇതേ വകുപ്പ് പ്രകാരം. നാടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയുന്ന ഒന്നുമല്ല അതിന്റെ മുന്നിൽ. നോക്കുക, പല ആൾക്കാരും ഈ ആൾദൈവങ്ങളുടെ പൊതുവിലെ ഈ വള്ളിക്കാവിലെ ദൈവമാണെങ്കിലും
പൊതുവിൽ പറയുന്നത് ഞങ്ങൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് വലിയൊരു നടൻ വന്ന് പറഞ്ഞു. എനിക്ക് അങ്ങ് ഭയങ്കര ആശ്വാസമാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. നല്ല നടനാണ്, എനിക്കൊരുപാട് ബഹുമാനവും ആദരവും ഉള്ളൊരു നടനാണ്. പുള്ളിക്ക് ചിലപ്പോൾ പല താല്പര്യം കാണും, ബിസിനസ് താല്പര്യം കാണും, എന്തൊക്കെ താല്പര്യം കാണും. പക്ഷെ അദ്ദേഹം അടിസ്ഥാനപരമായ അന്ധവിശ്വാസിയാണ്. ഇനി എത്ര വലിയ UN സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആളാണ് ഗണപതിയുടെ വിഗ്രഹം എങ്ങനെ പാല് കുടിക്കും എന്നുള്ളതിനെ കുറിച്ച് ആർട്ടിക്കിൾ എഴുതി ഡോക്ടർ ശശി തരൂർ. അപ്പോൾ ഈ സ്ഥാനമാനങ്ങളും ഈ അത് വെച്ചുള്ള വ്യക്തിപരമായിട്ടുള്ള ഗുണമേന്മകളൊന്നും ഒരു അന്ധവിശ്വാസപരമായ ഒരു നിലപാടിന് തടസ്സമല്ല. ഒരുപാട് വലിയ വലിയ ഉന്നത നിലയിൽ എത്തിയിട്ടുള്ള ആൾക്കാർ വളരെ നമ്മൾ ചിരിച്ചു പോകുന്ന അന്ധവിശ്വാസങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ആശ്വാസം കിട്ടുന്നുണ്ട്, എനിക്ക് എപ്പോൾ വന്നാലും അങ്ങ് ആശ്വാസമാണെന്ന്. നിങ്ങളുടെ ആശ്വാസം വേറൊരാളുടെ കയ്യിലാണെങ്കിൽ അത് നിങ്ങളുടെ പരാജയമാണേ. വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റും. നമ്മള് ഇപ്പൊ ഇതിന് അടിസ്ഥാനപരമായിട്ട് ഇത് മതാരാധനയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കിടക്കുന്നത്. ഒരു ആൾ ദൈവത്തിന്റെ വിജയവും ഒരു മതത്തിന്റെ വിജയവും ഒന്ന് തന്നെയാണ്. ഇപ്പൊ പലരും ഒരാൾ പൊങ്കാലയ്ക്ക് പോകുന്നോണം തന്നെയാണ് വള്ളിക്കാവിലേക്ക് പോകുന്നത്, സംശയമൊന്നുമില്ല. ചിലവരിക്കും വള്ളിക്കാവിലേക്ക് പോകുന്നത് വളരെ മോശമായ ഒരു കാര്യവും പൊങ്കാല ഇടുന്നത് വളരെ വലിയ മഹത്തായ ഒരു കാര്യവും അല്ല, ഒരിക്കലും അല്ല. ഇത് രണ്ടും ഒരേ കെമിക്കൽ റിയാക്ഷനാണ്, യാതൊരു വ്യത്യാസമില്ല. അല്ല നിങ്ങളുടെ തലച്ചോറിൽ ആള് തിരിച്ചറിഞ്ഞൊന്നും അല്ല ചെയ്യുന്നത്. ഒരേ രീതിയിലുള്ള അനുഭവങ്ങളും അനുഭൂതികളുമാണ് നിങ്ങളെ വരുന്നത്. അത് ഫാൾസ് പ്ലഷേഴ്സ് ആണ്. നിങ്ങൾ ഇപ്പൊ പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആശ്വാസത്തിനായിട്ട് ഒരാളെ കണ്ടെത്തുകയാണ്. അത് അരൂപിയായിട്ട് ദൈവം ആയിക്കോട്ടെ, ജീസസ് ആയിക്കോട്ടെ, അള്ളാഹു ആയിക്കോട്ടെ, കൃഷ്ണനായിക്കോട്ടെ, നബി ആയിക്കോട്ടെ, തങ്കപ്പനായിക്കോട്ടെ, രാമനായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും മാടനോ മറുതയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും, സംശയമൊന്നുമില്ല. എല്ലാ ലഹരികളും അതിന്റെ ഉപഭോക്താക്കളെ ആശ്വസിപ്പിക്കാറുണ്ട്. എല്ലാ ലഹരികളും, അത് മദ്യമായാലും പുകവലി ആയാലും ഡ്രഗ് ആയാലും മതമായാലും ആൾദൈവമായാലും ഇതിന്റെ ഉപഭോക്താക്കളെ അത് ആശ്വസിപ്പിക്കും. ഫാൾസ് പ്ലഷേഴ്സ് ആണ്. ഇപ്പോ അടുത്തിടെ ഞാൻ ഫേസ്ബുക്കിൽ തന്നെ ഒരു ആൾദൈവമായിട്ട് ബന്ധം എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നോക്കുക, നിസ്സാരമായി. ഇപ്പൊ നിങ്ങളൊരു പൊങ്കാലയ്ക്ക് പോയി പൊങ്കാലയിടുക. ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവും, നമ്മുടെ കയ്യിൽ ഒരു പ്രാർത്ഥന ലിസ്റ്റ് ഉണ്ടാവും. ആഗ്രഹങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഇൻക്രിമെന്റ് ആകും, പ്രൊമോഷൻ ആകാം, അല്ലെങ്കിൽ വീടിന്റെ മെയിൻ്റനൻസ് ആകാം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം ആകാം, കോഴിക്കാല് മുതൽ കുഞ്ഞിക്കാല് വരെയുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ടാവും. നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് നമ്മളെക്കുറിച്ച്. ഇത് നമ്മൾ സ്വയം പറയാറുണ്ട്, അയ്യോ എനിക്കത് കിട്ടണേ ഇത് കിട്ടണേ. മനുഷ്യൻ അങ്ങനെ പറയാതിരിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെയാണ് മതങ്ങളും ആൾദൈവങ്ങളും ചെയ്യുന്നത്. അത് കേൾക്കാനായിട്ട് ഒരാളിനെ കൊണ്ടുവരികയാണ്. ആൾദൈവം ഏറ്റവും വിജയകരമാകുന്ന അതുകൊണ്ട് മതം വെക്കുന്ന ദൈവത്തിന് അങ്ങനെ ഒരാള് യഥാർത്ഥം ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ വല്ലയിടത്തുമൊക്കെ പോയായിരിക്കും ചെയ്യുന്നത്, അവിടെ മുന്നിലൊന്നും ഉണ്ടാവില്ല തെളിവായിട്ട്. പക്ഷെ ആൾദൈവം അങ്ങനെയല്ല. ആൾദൈവം കേൾക്കുക, പറമോളെ പറമോളെ പറമോനെ എന്ന് പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വിഷ് ലിസ്റ്റിൽപ്പെട്ട അല്ലെങ്കിൽ ആഗ്രഹ പട്ടികയിൽപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഈ ദൈവത്തോട് പറയുന്നു. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? നിങ്ങൾ നല്ലൊരു പൊങ്കാല ഇടുന്നു. 5 തരം ഫലങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. ഒന്ന്, നിങ്ങൾ പറയുന്ന ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ ആവശ്യങ്ങളിൽ പ്രാർത്ഥനകളിൽ കുറെ എണ്ണം ഫലിക്കും. They will turn positive, completely positive. കുറെ എണ്ണം ഭാഗികമായി ഫലിക്കും. കുറെ എണ്ണത്തില് യാതൊരു മാറ്റം ഉണ്ടാവില്ല. കുറെ എണ്ണം നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചുവോ അല്ലെങ്കിൽ എങ്ങനെ ആഗ്രഹിച്ചുവോ അതിന് വിരുദ്ധമായ രീതിയിൽ ഭാഗികമായി പോകുന്നതായിട്ട് തോന്നും. ബാക്കി കുറെ എണ്ണം നിങ്ങൾ എന്ത് പ്രാർത്ഥിച്ചോ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് സംഭവിക്കും. നിങ്ങൾ വടക്കോട്ട് പോകണമെന്ന് പ്രാർത്ഥിച്ചു, നിങ്ങൾ തെക്കോട്ട് പോവാം. അതായത് പോസിറ്റീവ്, പാർഷ്യലി പോസിറ്റീവ്, ന്യൂട്രൽ, പാർഷ്യലി നെഗറ്റീവ് ആൻഡ് നെഗറ്റീവ്. നിങ്ങളുടെ എല്ലാ പൂജകളും എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആഗ്രഹങ്ങളും ഈ 5 ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾ ആൾദൈവത്തോട് പ്രാർത്ഥിച്ചാലും അല്ലാത്ത ദൈവത്തോട് പ്രാർത്ഥിച്ചാലും ഈ 5 ഫലങ്ങൾ ഉണ്ടാക്കും. എന്തുകൊണ്ടാണ് ഈ 5 ഫലങ്ങൾ ഉണ്ടാക്കുന്നത്? ഇതെല്ലാം തന്നെ സഹജവും സാധ്യമായ കാര്യങ്ങളാണ് പലതും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ലോകത്തുള്ള ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാം കൂടെ ചേർന്ന് 700 കോടി, പോട്ടെ ഒരു 500 കോടി ജനങ്ങൾ ഒരിടത്ത് ഒത്തുചേർന്ന് നിന്നിട്ട് 1 വർഷം പ്രാർത്ഥിക്കുകയാണ് ഒരു കാര്യം നടക്കാൻ. അതായത് ഒരു മനുഷ്യന്റെ കൈ മുറിഞ്ഞു, ആ കൈ മുറിഞ്ഞ കൈ ഒന്ന് വളരണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും കൊട്ടിപ്പാടി പ്രാർത്ഥിക്കുകയാണ്.
ചിലർ തല കൊണ്ടുവന്ന് തറയിലിടിക്കുന്നു, ചിലർ മേളിലോട്ട് വിളിക്കുന്നു, ചിലർ എല്ലാം ചെയ്യുന്നു, പ്രൈസലോട് പറയുന്നു. 1 വർഷം പ്രാർത്ഥിക്കട്ടെ, കൈ വളരുമോ? ഇല്ല. മരിച്ച ഒരാളുടെ കൈ വളരാനുള്ള റീജനറേറ്റീവ് കപ്പാസിറ്റി മനുഷ്യന്റെ ഹോമോസാപ്പിയൻസിന്റെ കൈകളിലില്ല. നമ്മളെ പല അവയവങ്ങളും വളരാറുണ്ട്. കരളൊക്കെ മുറിച്ച് മാറ്റി കഴിഞ്ഞാലും അത് റീജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ചില ഭാഗത്ത് നമ്മളെ സ്റ്റെം സെൽസിന്റെ അടിസ്ഥാന കോശങ്ങളിലെ ചില ഗുണങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ കയ്യിൽ ഇതെന്തായാലും ഇല്ല, കൈ വളരില്ല. ഈ കോടിക്കണക്കിന് ആൾക്കാർ പ്രാർത്ഥിച്ചിട്ട് ഇതാണ് അവസ്ഥ. പക്ഷെ ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ ഒരു പല്ലിക്ക് അതിന്റെ ശരീരഭാഗം വളർത്താൻ സാധിക്കും. കാരണം പല്ലിയുടെ ജീൻ പൂളിൽ അതിന്റെ മെക്കാനിസത്തിൽ അതുണ്ട്, മനുഷ്യന്റെ അതിനകത്തില്ല. മനുഷ്യന് ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ പ്രാർത്ഥനയിലൂടെ ഫലിക്കുന്നത്. പ്രധാന കാരണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾ, ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ പലതും നടക്കാനായി പ്രത്യക്ഷമായും പരോക്ഷമായും നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്. അത് നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ പ്രയത്നിക്കുന്നുണ്ട്. പലപ്പോഴും ഈ അടുത്തിടെ ഒരാൾ ഫേസ്ബുക്കിൽ വന്ന് പറഞ്ഞു, ഞാൻ കുട്ടികളില്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു, വല്ലാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോൾ എന്നെ ഈ ആൾദൈവം വിളിച്ചിട്ട് പറഞ്ഞു, ബുദ്ധിമുട്ടിലാണല്ലേ? ആ, ബുദ്ധിമുട്ടിലാണ്. ജസ്റ്റ് വൺ. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? അടുത്ത ചോദ്യം. അതായത് കല്യാണം കഴിഞ്ഞ ഒരു പുരുഷനെ കണ്ടപ്പോൾ അയാൾ കല്യാണം കഴിഞ്ഞു എന്ന് തോന്നി. അപ്പൊ അടുത്ത ചോദ്യം, കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 12 വർഷമായി. അപ്പൊ ഉടനെ ഈ ആൾദൈവം പറയുന്നു, കുട്ടികളില്ല എന്നുള്ള രീതി സംസാരിക്കുന്നു, ദുഃഖിച്ചിരിക്കുന്നു. ഇവിടെ വരുന്നു, 12 വർഷം കഴിഞ്ഞു. അപ്പൊ അവർ പെട്ടെന്ന് സാധാരണ ഇതിൽ സംഭവിക്കാനിടയുള്ള ഇതാണ്, ഇങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ, പലർക്കും ഉണ്ട്, അങ്ങനെ ഒരു ദൗർഭാഗ്യം പലർക്കും ഉണ്ടാവാറുണ്ട്. ഉടനെ ഒരു പഴം കൊടുക്കുകയാണ്. ഈ പഴം അദ്ദേഹം രാത്രി പോയി കഴിച്ചു. പിറ്റേന്ന് രാവിലെ ഭാര്യയുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ പോസിറ്റീവ്. അയാൾ എഴുതിയാണ്, ഞാൻ അത് എന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെ വിശ്വസിക്കാതിരിക്കണം അവിടെ ഡാഷുകളെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. സെറിയാണ് എഴുതുന്നത്. പലരും പലതും എഴുതുന്നുണ്ടാവും, പക്ഷെ ഇത് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ട അനുഭവമാണിത്. അയാളോട് എന്താ പറയുക? അയാൾ രാത്രിയിൽ ഒരു പഴം കഴിച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഇങ്ങനെ സംഭവിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു 100 കണക്കിന് ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരു മനുഷ്യൻ ആ ഒരു തലത്തിലെത്തിയിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഇങ്ങനെയുള്ള ആൾക്കാരിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ഈ ആൾദൈവങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ ഇത്ര പടർന്ന് പന്തലിക്കുന്നതിന്റെയും ഇത്ര വലിയ ബീഭത്സമായി മാറുന്നതിന്റെയും കാരണം അവരല്ല. അല്ലെ, നാടകങ്ങളിലൊക്കെ പറയുന്ന ഈ സമൂഹമാണ്. അത് തമാശയായിട്ടല്ല ഞാൻ പറയുന്നത്. ആൾദൈവങ്ങൾക്ക് സ്വയം ഉണ്ടാകാൻ സാധിക്കില്ല. നിങ്ങൾ ദൈവമാണെന്ന് പറയണമെങ്കിൽ നിങ്ങളെ ദൈവമായി അംഗീകരിക്കുന്ന ആളുകൾ ഉണ്ടാവണം. ആ ആളുകളിലാണ് ഈ ദൈവം ഉള്ളത്. ഞാൻ പലപ്പോഴും പറയാം, ബാധ പോലെയാണ്. ബാധ ഉള്ളവർക്ക് ബാധ ഒഴിഞ്ഞു പോയതായിട്ട് തോന്നും. ബാധ രാവിലെ വന്ന് തിരുമേനി വന്ന് അടിച്ച് ഒക്കെ ഇറക്കാറുണ്ട്. ചില ചൂരിൽ വെച്ച് അടിക്കും, ചില തീ വെച്ച് കത്തിക്കും. പിറ്റേന്ന് സ്ത്രീ പറയും, എന്റെ ബാധ പോയി കേട്ടോ, തിരുമേനി വന്ന് ഭയങ്കര തിരുമേനി, ചുട്ട കോഴിയെ പറപ്പിക്കുന്ന തിരുമേനിയാണ്, എനിക്ക് ഇന്നലെ അടിയും ബഹളവും ഒക്കെ ആയിരുന്നു, ഇന്നൊരു വല്ലാത്ത സുഖമുണ്ട്. ഒരു കിഴിയെടുത്ത് തിരുമേനിക്ക് കൊടുക്കും. കാര്യം എന്താ? ഈ പറയുന്ന ആള് ബാധയിൽ വിശ്വസിക്കുന്നു, ബാധ തനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു, ചുറ്റുമുള്ളവർ വിശ്വസിക്കുന്നു. അതേസമയം ഒരു നിരീശ്വരവാദിയുടെ ദേഹത്ത് നിന്ന് ബാധ ഇറക്കാൻ സാധിക്കും? കേറത്തില്ല, പിന്നെ എങ്ങനെ ഇറങ്ങുന്നത്? പുരുഷന്മാരെ, ചെറുപ്പക്കാരെ, 32 വയസ്സുള്ള സ്റ്റീഫന്റെ ദേഹത്ത് ബാധ കയറിയെന്ന് ആരും പറയാറില്ല. ചെറുപ്പക്കാരുടെ ദേഹത്തും കയറാറില്ല. അപ്പൊ കേറിയെങ്കിൽ മാത്രമേ, കേറിയെന്ന് അംഗീകരിച്ചെങ്കിൽ മാത്രമേ അതിനെ ഇറക്കാൻ സാധിക്കുള്ളൂ. ഇതേ കണക്ക് ബാധ കയറിയ ആളാണ് ഞാൻ ഈ പറഞ്ഞ ഈ സൂപ്പർ സ്റ്റാർ. അദ്ദേഹത്തിന് കയറിയത് ബാധയാണെന്ന് അദ്ദേഹം അംഗീകരിക്കില്ല. അദ്ദേഹം ഒരുപാട് വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുകയും ഒരുപാട് അവാർഡുകളൊക്കെ വാങ്ങിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് ബാധ കയറി എന്നുള്ളതിന് അദ്ദേഹത്തിന് സമ്മതിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് എങ്ങനെയാണ് ബാധ കയറുക? പക്ഷെ കയറിയത് തന്നെ അല്ലേ? കയറി ഇത് തന്നെയാണ് സംഗതി, ഇത് തന്നെയാണ്. അപ്പൊ ഒരു ആൾദൈവത്തെ എപ്പോഴും ഉണ്ടാക്കുന്നത് ആൾദൈവമല്ല. ആൾദൈവത്തിന് ഒരിക്കലും സ്വയം നിങ്ങൾക്ക് കച്ചവടം ചെയ്ത് സ്വയം വലുതാകാൻ കഴിയും, പക്ഷെ ഒരിക്കലും നിങ്ങൾക്ക് പ്രയത്നിച്ച് ആൾദൈവം ആവാൻ സാധിക്കില്ല. നിങ്ങളുടെ ചുറ്റും വരുന്ന ആൾക്കാരാണ്. എങ്ങനെയാണ് ഈ മഠത്തിന്റെ തന്നെ ആൾക്കാർ എങ്ങനെയാണ് ഇവരൊരു വലിയ ദൈവമായിട്ട് മാറിയത്? അവർ ചില പർട്ടിക്കുലർ ആൾക്കാരെ കാണുന്നു. ആ ആൾക്കാരുടെ താല്പര്യങ്ങളും അവരുടെ തന്ത്രങ്ങളും വഴി
ഇപ്പോ നീലു എന്ന് പറയുന്ന ഒരു സ്വാമിയെ കുറിച്ച് പറയുന്നുണ്ട്. അയാളാണ് ശരിക്കും ഇതിനെ ഇന്റർനാഷണലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ പറയും എല്ലാ പ്രവാചകന്മാരും അവരുടെ നാട്ടിൽ അപമതിക്കപ്പെട്ടിട്ടുണ്ട്. കാര്യം എന്താ? അവർക്ക് തനിക്കോണം അറിയാം. ഇത് എല്ലാ മതങ്ങളും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. എപ്പോഴും ഇവരെ കുറിച്ചുള്ള വലിയ വാക്കുകളും ആരാധകരും വരുന്ന പുറത്തുനിന്നാണ്. പുറത്തുനിന്ന് ആരാധകരും ആളുകളും വന്ന് പണവും കൂടെ എത്തുമ്പോൾ ഈ പാവപ്പെട്ട നാട്ടുകാർക്ക് എലിയെ കണ്ടവർക്ക് എലി ആയിരുന്നില്ല, അത് ആടാണെന്ന് പറയേണ്ടി വരുന്നു. അയ്യോ, ഞങ്ങൾ എലിയായിരുന്നു കണ്ടത്, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്ക് തോന്നുന്ന ആടാണെന്ന്. കാര്യം എല്ലാവരും വന്ന് ഇങ്ങനെ പറയുന്നു. ഒരു നാട്ടില് ചുറ്റും അറിയാം, നാട്ടിൽ പോട്ടെ, വീട്ടില് നമ്മൾ പലപ്പോഴും ഇയാൾ അങ്ങനെ വലിയൊരു മതസ്ഥാപനായി മാറി, വലിയൊരു ഇന്നാളായി മാറി, ആൾദൈവമായി മാറി എന്നൊക്കെ നോക്കും. അങ്ങനെയൊന്നും മാറുന്നില്ല ആളുകള്. വളരെ ആസൂത്രിതമായിട്ട് പ്രതിഷേധങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടും വെട്ടേണ്ട തന്നെ വെട്ടിക്കും, കറക്റ്റ് സമയത്ത് വെട്ടിയിടും. അങ്ങനെയൊന്നും വെറുതെ ഇങ്ങനെ കയറി ഷൂട്ട് ചെയ്ത് വരാനൊന്നും പറ്റില്ല. പക്ഷെ ഇന്ന് സാധിക്കുമായിരിക്കും. ഇന്ന് അത്രയ്ക്ക് അങ്ങ് അളിഞ്ഞു പോയിരിക്കും നമ്മുടെ സമൂഹം. ഇന്ന് നിങ്ങൾ നാളെ ഒരു ഇതും എടുത്ത് ഒരു ഇതും ചുറ്റി ഒരു യൂണിഫോം ഇട്ട് ഒരാൾ ദൈവമായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിറ്റേന്ന് ഞാൻ സർ മാതൃഭൂമിയുടെ ലേഖനാണ്, എനിക്കൊരു ഇന്റർവ്യൂ തരാമോ? അങ്ങ് എങ്ങനെയാണ് ഈ ആത്മാവിൽ നിന്ന് ആത്മാവിലേക്ക് കയറിയത്? അടുത്ത സൺഡേ സപ്ലിമെന്റ് നിങ്ങളെ കുറിച്ചായിരിക്കും. ഇവിടെ കൊല്ലത്ത് കഴിഞ്ഞ വർഷം പത്രലേഖകരുടെ ഒരു സമ്മേളനം നടന്ന സമയത്ത് മാതൃഭൂമി പത്രക്കാരെ കുറിച്ച് കുറെ കുട്ടികൾ, ഫാത്തിമ കോളേജിലെ കുട്ടികളാണെന്ന് തോന്നുന്നു, അവർ പറഞ്ഞു നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങൾക്ക് എനിക്ക് യോജിപ്പില്ല, പല ആൾദൈവങ്ങളെയും പ്രത്യേകിച്ച് ഈ ദൈവത്തെ നിങ്ങൾ വളർത്താൻ ഒരുപാട് വഴിവിട്ട് നിങ്ങൾ എഴുതുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാതൃഭൂമിയുടെ കൊല്ലം എന്താണ് അവരുടെ പൊസിഷൻ എന്ന് എനിക്കറിയില്ല, പക്ഷേ കൊല്ലം ലേഖകനാണെന്നാണ് തോന്നുന്നു, അദ്ദേഹം പലപ്പോഴും എഴുതാറുണ്ട്. അദ്ദേഹം പറഞ്ഞത് അമൃതാനന്ദമയ്യെ വളർത്തിയത് ഞങ്ങളാണ് എന്ന് നിങ്ങൾ ആരോപിക്കുന്നു അല്ലേ? ഇനി അത് സത്യമാണെങ്കിൽ ഞങ്ങൾ അതിൽ അഭിമാനിക്കുന്നു. അതായത് ഇങ്ങനെ ഒരാളെ വളർത്തി ഇത്രത്തോളം എത്തിച്ചത് ഞങ്ങളാണ് എന്ന് നിങ്ങൾ പറയുന്നു, അതിലെന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് പറഞ്ഞത്. പിന്നെ എവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ പറ്റും? അത്രയ്ക്ക് പച്ചയ്ക്കാണ് ഇത്തരം കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ഞാൻ ആദ്യം പറഞ്ഞു ഗെയിൽ ട്രെഡ്വെൽ പറഞ്ഞിട്ടാണ് ഇപ്പൊ പലരും പറയൂ ഗെയിൽ ട്രെഡ്വെൽ പറഞ്ഞു, ഇതിനകത്ത് കുറെ ലൈംഗിക ആഭാസങ്ങൾ കിടക്കുന്നു, ഒരു സ്വാമി ഇത്ര സമയം പീഡിപ്പിക്കുന്നു. സത്യത്തില് ഈ പറയുന്ന സ്ത്രീ നടത്തുന്ന വെളിപ്പെടുത്തലുകളൊന്നും കേരളത്തിൽ ഒരു അത്ഭുതമാവേണ്ട കാര്യമില്ല. ചിലപ്പോൾ ഇങ്ങനെ ഒരു പുസ്തകം ഇറക്കിയാണ്. എന്ത് പുസ്തകം? ഈ പറയുന്ന ആൾദൈവം അവരെ ശിഷ്യന്മാരുമായി അവിഹിത ബന്ധം പുലർത്തും എന്നുള്ളതോ ഇതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല. ലൈംഗികമായിട്ടുള്ള ചൂഷണം അതൊരു വിഷയമാണ്, അതൊരു ക്രൈമാണ്, ഞാൻ സമ്മതിച്ചു. മറിച്ച് പ്രായപൂർത്തിയായിട്ടുള്ള രണ്ടുപേര് അവരാര് എക്സ് ഓർ വൈ തമ്മിലുള്ള ബന്ധമൊന്നും നമുക്കറിയേണ്ട കാര്യമില്ല, അതൊക്കെ ഉപജാപ കഥകളാണ്. ഇവിടെ ഈ സമൂഹം ഇന്ന് ഇവരെ വിസ്തരിക്കുന്നത് ആശ്രമത്തിൽ നടന്നു എന്ന് പറയുന്ന അവിഹിത ബന്ധങ്ങളുടെ പേരിലോ അവിടെ 18-20 വർഷം ജീവിച്ചിരുന്ന ഒരു മന്ദബുദ്ധി, എനിക്ക് വേറൊരു പേരും ആ സ്ത്രീയെ കുറിച്ച് പറയാനില്ല, അവർ അടിസ്ഥാനപരമായ ഒരു മനോരോഗിയും മന്ദബുദ്ധിയായിട്ടുള്ള ഒരു സ്ത്രീ തന്നെയാണ്. അവർക്ക് അവസാനം ബോധ്യമായി, എങ്ങനെയോ തലയിൽ തേങ്ങ വീണ് അവരിട്ട് കളഞ്ഞിട്ട് പോയി. അവരുടെ വാദങ്ങളൊന്നും നമുക്ക് എടുക്കുക വേണ്ട, അങ്ങനെ എടുക്കണമെന്ന് വലിയ നിർബന്ധമില്ല. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ നടന്ന കാര്യങ്ങൾ അവിടുത്തെ ക്രൈമുകളാണ്. ശവങ്ങളുടെ മേളിലാണ് ആ സാമ്രാജ്യം പടുത്ത് ഉയർത്തപ്പെട്ടിട്ടുള്ളത്. വളരെ കൃത്യമായിട്ടുള്ള സ്വർണ്ണക്കടത്തുകള്, കൊലപാതകങ്ങള്, മരിച്ചു കഴിഞ്ഞിട്ട് പോസ്റ്റ്മോർട്ടം പോലും ചെയ്യാതെ അടക്കുക, മാനഭംഗ ശ്രമങ്ങള്, ഇതാണ് പ്രശ്നം. അല്ലാതെ ഇവരാരുമായിട്ട് ശിഷ്യന്മാർക്ക് താക്കോല് കൊടുത്തെന്നോ അതൊന്നും ഒരു വിഷയമല്ല. അതൊക്കെ വേറെ ക്രൈം വാരികയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മഞ്ഞ വാരികകൾ ചർച്ച ചെയ്യട്ടെ. നമ്മുടെ സമൂഹം ഇത് ചർച്ച ചെയ്യണമെന്ന് പോലും ഞാൻ പറയുന്നില്ല. ഞാൻ അടുത്ത ഒരു കൈരളി ടിവിയുടെ തന്നെ ഒരു ലൈവ് ഇൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവര് ജോൺ ബ്രിട്ടസ് അമേരിക്കയിൽ പോയിട്ട് ഇവർ ഇന്റർവ്യൂ കൊടുത്തു. ചില മാധ്യമങ്ങൾ വന്നിരുന്നു, കൈരളി വന്നിരുന്നു. കൈരളിയുടെ ഒരു നിലപാട് മാത്രമേ ഞാൻ അംഗീകരിക്കുള്ളൂ. മീഡിയ വണ്ണിന്റെയോ അല്ലെങ്കിൽ ഇന്ത്യ വിഷന്റെയോ പോലെയുള്ള നിലപാടുകൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്തുകൊണ്ടാണ് അവർ ചെയ്യുന്നതെന്നുള്ളൊരു ചോദ്യം ഉന്നയിക്കുമ്പോൾ
അവർക്കൊരു അജണ്ട ഇല്ലേ എന്നൊരു ന്യായമായ സംശയം വരും. പക്ഷെ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു മതേതര ബോധമുള്ള ഒരു സ്ഥാപനം എന്ന നിലയിൽ കൈരളി ചെയ്ത കാര്യം അത് നമുക്ക് അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെയും ഊന്നൽ എന്തായിരുന്നു? അമ്മയുടെ ആ പറയുന്ന ക്യാരക്ടേഴ്സിന്റെ കുറെ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളാണ്. ഈ ബന്ധങ്ങൾ വന്നുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് നേട്ടം? ഞാൻ ചോദിക്കട്ടെ, ഇതാണ് നിങ്ങൾ പിൻ പോയിന്റ് ചെയ്യുന്നതെങ്കിൽ ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കൂടുതൽ അവർക്കൊരു അപഖ്യാതി വരും. അപഖ്യാതി എന്ന് പറയുന്ന ഒരു ക്രൈമല്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് ഇപ്പോ ഒരു പിതാവിന് അയാളുടെ മകളിൽ കുട്ടി ഉണ്ടായാൽ അത് കുറ്റമല്ല. ഇറ്റ് ഈസ് നോട്ട് ഇല്ലീഗൽ, ബട്ട് ഇറ്റ് ഈസ് ഇമ്മോറൽ. അധാർമികമാണ്, പക്ഷെ അത് കുറ്റമല്ല. അധാർമികമാണെങ്കിൽ നിങ്ങളെ കളിയാക്കും ആളുകൾ, നിങ്ങളെ ഭർത്തിക്കും ആൾക്കാർ, കുറ്റപ്പെടുത്തും, ശകാരിക്കും. പക്ഷെ നിങ്ങൾക്ക് ശിക്ഷ നേരിടേണ്ടതായിട്ടില്ല. മറ്റേ ശിക്ഷ ഓക്കെ, അത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. ഞാൻ പറയുന്നു, ഇത്തരത്തിലുള്ള വ്യക്തികൾ അവർ ഇഷ്ടം പോലെ തെളിവുകൾ തന്നിട്ടുണ്ട്. അവർ കമ്മിറ്റ് ചെയ്തിട്ടുള്ള ക്രൈമുകളിൽ ഓരോ ക്രൈം കമ്മിറ്റ് ചെയ്യുമ്പോഴും ഒരുപക്ഷെ അവരുടെ സഹോദരനിൽ തുടങ്ങിയ ക്രൈം, അവരുടെ ഒരാത്മകഥയിൽ സഹോദരൻ മുറിയിൽ മരിച്ചു നിന്നതായിട്ടും പിന്നീട് വന്ന കഥയിൽ അവരൊരു പുറത്തുള്ള ചീലാന്തിക്കമ്പിൽ തൂങ്ങി നിന്നതായിട്ടുമാണ്. രണ്ടായാലും ഒരു യുക്തിവാദിയും അവിശ്വാസിയുമായിട്ടിരുന്ന ഒരു സഹോദരനെ കൊല്ലുമെന്ന് പറഞ്ഞില്ല. അവര് പറഞ്ഞു അണ്ണൻ ആയുസ് അറ്റുപോയി, അണ്ണൻ ആയുസ് ഏറെ ഇല്ല എന്ന് ആത്മകഥയിൽ തന്നെ അവർ പറയുന്നതായിട്ടുണ്ട്. ഈ ഭാവം കാണാൻ വന്ന പല ഭക്തന്മാരെയും ഇയാൾ തടസ്സപ്പെടുത്തിയതിന് ഇവരുടനെ പറഞ്ഞു പോലും അണ്ണൻ അധികം ആയുസില്ല, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ എന്തായാലും ആര് ചെയ്തോ എന്ത് ചെയ്തോ, ഒരു ദിവസം നാട്ടുകാർ പറയുന്നതാണെങ്കിൽ പിതാവും മകനുമായിട്ടുള്ള വഴക്കിൽ പിതാവ് മകനെ ചവിട്ടിയിടുന്നു, അയാൾ മരിക്കുന്നു. ആ മരണത്തിന് ആ നാട്ടിലുള്ള അവരുടെ ബന്ധുക്കളുടെ ഇടയിൽപ്പെട്ട ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് ആത്മകഥയിൽ വ്യക്തമായിട്ട് എഴുതുന്നുണ്ട്. ബഹിഷ്കരിക്കുകയായിരുന്നു. വെറുതെ അങ്ങ് ബഹിഷ്കരിക്കുമോ അതാണ് ചോദ്യം. വ്യക്തമായ സംശയം ഉണ്ടായിരുന്നു. 78 കണ്ടാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് ഇങ്ങനെ കയറി വരികയാണ്. നമ്മളിപ്പോ സത്നാം സിംഗിന്റെ കാര്യമാണ് പറയുക. അതിനു മുമ്പ് ഒരു നാരായണൻകുട്ടി ഉണ്ടായിരുന്നു, ദുരന്തർ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ. അയാളുടെ മൃതദേഹം ഒരാഴ്ച അടക്കി, ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അവരുടെ ബന്ധുക്കൾ പോലും അറിയുന്നത്. ഒരു പ്രദീപ് ഉണ്ടായി, അയാളുടെ ഇളയമ്മയുടെയോ ഒക്കെ മകനായിട്ടുള്ള ഒരു പ്രദീപ് കുമാർ. ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ ഒരു വായനക്കാരൻ, അയാളുടെ മരണത്തെക്കുറിച്ചും. കൊലപാതകങ്ങളുടെ ഒരു പരമ്പര. ഇത് കൊലപാതകങ്ങളല്ലേ? അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. കാരണം തീർച്ചയായും എല്ലാം സംശയാസ്പദമായിട്ടുള്ള മരണങ്ങളാണ്. നാരായണൻകുട്ടി എങ്ങനെയാണോ മെഡിക്കൽ കോളേജില് മോർച്ചറിയിൽ അവസാനിച്ചത്, അതേ കണക്ക് തന്നെയാണ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സത്നാം സിംഗും വീണത്. ഇവിടെ 51 വെട്ടുകളെ കുറിച്ച് ഈ സമൂഹം വളരെ കൃത്യമായിട്ട് വിസ്തരിക്കുകയുണ്ടായി. ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഒരു മനുഷ്യനെയും പോലും അത്തരത്തിൽ ചെയ്യാൻ പാടില്ല. അത് രാഷ്ട്രീയത്തിന്റെ പേരിലായാലും മതത്തിന്റെ പേരിലായാലും അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷെ സത്നാം സിംഗിന്റെ ശരീരത്തിലുണ്ടായ 107ഓളം മുറിവുകൾ, അതിനെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത്? ഇവിടെയാണ് പ്രധാന വിഷയം വരുന്നത്. എല്ലായിടത്തും കെട്ടി പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഈ അടുത്തിടെ ഇവിടെ കരുനാഗപ്പള്ളിയിലാണെന്ന് ഞാൻ കരുതുന്നു. ഞാൻ ഇന്ന് രാവിലെ ഇതിന്റെ കുറെ ഒരു വീഡിയോ കണ്ടപ്പോ ഒരു സ്വാമി സംസാരിക്കുകയാണ്. സ്വാമി പറയുന്നത്, സ്വാമിയാണെന്ന് തോന്നുന്നു, സ്വാമി ഹി ലുക്സ് ലൈക്ക് എ സ്വാമി ബട്ട് ഹി ടോക്സ് ലൈക്ക് സംതിങ് എൽസ്. യൂണിഫോം കണ്ടു കഴിഞ്ഞാൽ സ്വാമി തന്നെയാണ്. പുള്ളി പറയുന്നതിന്റെ പ്രധാന കാര്യം, നാറാത്ത് ക്യാമ്പ് നടക്കുന്നു, അതിനെക്കുറിച്ച് നിങ്ങൾ എന്താ എഴുതാത്തെ? തടിയന്റെ വിട നസീർ, പിന്നെ കാന്തപുരം, യോഹന്നാൻ,
പോട്ട, ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനം പറയുന്നു, അവിടെ ഒന്നും നിങ്ങൾക്ക് അന്വേഷണമില്ല, പക്ഷേ ഞങ്ങൾക്കെതിരെ മാത്രമാണ് അന്വേഷണം. ഇപ്പൊ ഇനി പോട്ടെ നടക്കുമ്പോൾ അവരെന്താ പറയാ? നിങ്ങൾ ഞങ്ങൾക്കെതിരെയാണ് പറയുന്നത്. നിങ്ങൾ നോക്കാതെ അവിടെ വള്ളിക്കാവിൽ ഒരാളുണ്ട്, ശ്രീ രവിശങ്കറുണ്ട്, കാന്തപുരമുണ്ട്. കാന്തപുരത്തിനെതിരെ വരുമ്പോ എന്താ പറയാ? എല്ലാവരും ന്യൂനപക്ഷ സമുദായങ്ങൾക്കെതിരെ ഇരവാദം, ഞങ്ങൾ ഇരകളാണ്. കഴിഞ്ഞ ഒരു 10 വർഷത്തിനുള്ളിൽ കേരളത്തിൽ വളരെ വിജയകരമായി വിറ്റഴിച്ച ഒരു സാധനമാണ് ഇരവാദം. ഈ ഇരവാദം തന്നെയാണ് KG ബാലകൃഷ്ണനും പയറ്റിയത്. അതായത് വേട്ടക്കാരനുണ്ട്. ആരാ വേട്ടക്കാരൻ? എല്ലാവരും ഞങ്ങൾക്കെതിരെ. മുസ്ലിങ്ങൾക്കെതിരെ ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അവർ പറയും ബാക്കിയുള്ളവരെല്ലാം കൂടെ ഞങ്ങൾക്കെതിരെ, ഞങ്ങളേതാ തിന്നാൻ പോകുന്നു. ക്രിസ്ത്യാനികൾക്കെതിരെ പറയുമ്പോൾ അവർ പറയും ഭൂരിപക്ഷവും മറ്റേതും മറിച്ചതും എല്ലാം കൂടെ ഞങ്ങൾക്കെതിരെ വരുന്നു. ഇവർക്കെതിരെ വരുമ്പോൾ ഇവരും പറയുന്ന ഇതാണ്. അപ്പൊ അവിടെ എന്താ ശരിക്കും ഉണ്ടാക്കുക? മതവികാരം ചൂഷണം ചെയ്തുകൊണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കി, ഈ സമൂഹത്തിൽ കലഹം ഉണ്ടാക്കി. എന്നിട്ട് ആ വ്യക്തി പറയുന്ന ഒരു കാര്യമാണ്, പക്ഷെ ഞാനിതൊക്കെ പറയുമ്പോഴും, പുള്ളി പറയാണ്, ഐ കോട്ട് ഹിം, ഞാൻ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ കൈവെട്ടാനൊന്നും പോവില്ല, നമ്മൾ വർഗീയ ഇലകളേക്കൊന്നും പോവില്ല. കാരണം നമുക്കതിനുള്ള അനുവാദമില്ല മക്കളെ, അമ്മ അതിനെ അനുവദിക്കില്ല. എത്ര ഔദാര്യം എന്ന് പറഞ്ഞാൽ അനുവദിച്ചാൽ ഞങ്ങൾ ചെയ്യാം. ഇവിടെ ഞാൻ കേട്ടതാണ്, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. അതിനകത്ത് ഞങ്ങൾ നിങ്ങളെ വെട്ടിയും കുത്തുകയൊന്നും ചെയ്യില്ല, ഞങ്ങൾ ഈ റോഡിൽ അങ്ങ് വന്ന് ആത്മഹൂതി ചെയ്യും എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ ആൾക്കാരെ എല്ലാം ആകർഷിക്കുന്ന പ്രധാന ഘടകം പണം എന്ന് പറഞ്ഞാൽ ഈശ്വരനാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. സമ്പത്തും സമൃദ്ധിയും ഉള്ളവൻ കൂടിയാണ് ഈശ്വരൻ എന്ന് പറയുന്നുണ്ട്. അപ്പൊ അത്രയും പണവും സമ്പത്തും സമൃദ്ധിയും ഉള്ള ഒരിടത്ത് ആണ് പ്രധാനമായിട്ട് ഇത്തരം ആൾ ദൈവങ്ങളുടെ കൂടെ ആളുണ്ടാവാനായിട്ടുള്ള പ്രധാന കാരണം. ഈ ആത്മീയതയുടെ ഒരു പ്രധാന ഒരു സോഴ്സ് എന്ന് പറയുന്നത് സമ്പത്ത് തന്നെയാണ്. ഈ സമ്പത്ത് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളൊരു പ്രധാന പോയിന്റൂടെ ഒന്ന് സ്പർശിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ സാധാരണ ഇതില് നമ്മൾ ഇത്തരത്തിലുള്ള ആൾക്കാരെതിരെ സംസാരിക്കുമ്പോൾ, വിമർശിക്കുമ്പോൾ, അവരുടെ കൊള്ളരുതായ്മകളെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ ജനം ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ പറയുന്ന വ്യക്തി അവർ സുനാമി വന്നപ്പോ 100 കോടി കൊടുത്തു, നീ എത്ര കൊടുത്തു? നീ ഇത്ര വലിയ നീളത്തിൽ വാചം അടിക്കുന്നുണ്ടല്ലോ, നീ എത്ര കോടി കൊടുത്തു? അവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, സുനാമിയിൽ ഈ പറയുന്ന ആള് 100 കോടി കൊടുത്തപ്പോൾ അനിൽ അംബാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ വളരെ പ്രബലനായിട്ടുള്ള ഒരു വ്യവസായി കൊടുത്തത് 50 ലക്ഷം രൂപയാണ്. ഈ 50 ലക്ഷം രൂപ എന്ന് പറയുന്നത് അയാൾ ഏത് രീതിയിലായാലും ബിസിനസ് ചെയ്തുണ്ടാക്കിയ പണമാണ്. ആ പണത്തിന് ടാക്സ് അടച്ച പണമാണ്. ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തുകൊണ്ട് രാജ്യത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് ബിസിനസ് ചെയ്ത് അയാൾ ഉണ്ടാക്കിയ ആദായത്തിന്റെ ആദായത്തിൽ നിന്നാണ് 50 ലക്ഷം എടുത്ത് അയാൾ കൊടുത്തത്. പക്ഷെ ഈ പറയുന്ന ആൾ ദൈവത്തിന് എങ്ങനെയാണ് പണം വന്നത്? അവർക്ക് എന്താണ് ഉൽപാദനം? നത്തിങ്, ഒന്നുമില്ല. എന്താണ് അവിടെ പ്രൊഡക്ഷൻ? ഒന്നുമില്ല. എങ്ങനെയാണ് പണം വരുന്നത്? ആളുകളെ ചൂഷണം ചെയ്ത്, മനോരോഗികളും വിഡ്ഢികളും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു, വേറെ ടേം എനിക്ക് കിട്ടുന്നില്ല. ആൾക്കാർ എന്തോ വലിയ ആനമുട്ട കിട്ടുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് തട്ടുന്ന പണം പലപ്പോഴും കള്ളപ്പണമാവും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നാളെ കാലത്ത് ഒരു 5 ലക്ഷം രൂപ വെറുതെ കിട്ടും, അല്ലെ ആരെങ്കിലും കൊണ്ട് നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് തരുന്ന ഈ 5 ലക്ഷം രൂപയിൽ നിന്ന് ഒരാൾ പറയാണ്, ഇതിനകത്ത് ഒരു 1 ലക്ഷം രൂപ നിങ്ങൾ അടുത്തുള്ള ഒരു കമ്മ്യൂണിറ്റി ഹാൾ ഡെവലപ്മെന്റിന് കൊടുക്കാന്ന് പറയുമ്പോൾ നിങ്ങൾ ഏറ്റവും വലിയ പിശുക്കനാണെങ്കിലും പറയും, പിന്നെന്താ വെറുതെ കിട്ടുന്നതല്ലേ 5 ലക്ഷം. പ്രത്യേകിച്ച് ഞാൻ അധ്വാനിച്ചോ പാറയടിച്ചോ ഉണ്ടാക്കുന്ന പൈസ അല്ലല്ലോ, എനിക്ക് വെറുതെ കിട്ടുന്ന പൈസ, ഞാൻ അധ്വാനിക്കാതെ എനിക്ക് കിട്ടുന്ന പൈസ, നികുതി കൊടുക്കേണ്ടത് ആ പണം. ആ പണം വെച്ച് ഞാൻ ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനായിട്ട് എന്തെങ്കിലും ചെയ്യുക. ഞാൻ വെറുതെ ചെയ്യുന്നതല്ല. ഒന്ന്, എന്റെ പ്രശസ്തി, എന്റെ പബ്ലിസിറ്റി. 2, ഞാൻ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഞാൻ വീണ്ടും സമ്പത്തുണ്ടാക്കുകയാണ്, ഞാൻ തൈ നടുകയാണ്. ഈ വരുന്ന പണത്തിന്റെ സ്രോതസ് തുടരാനായിട്ടുള്ള ഒരു ശ്രമമാണ് ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ. രജനി എസ് ആനന്ദ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടി എൻട്രൻസിന്റെ, നിങ്ങൾ ഒരുപക്ഷെ അറിയാം, പെൺകുട്ടി ഒരു ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തു. പണമില്ലാത്ത കുട്ടിയാണ്. അവരും ഈ പറയുന്ന ആൾ ദൈവത്തിന്റെ ഭക്തയായിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് ചോദിച്ചു എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ
കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ, ഒരു പാവപ്പെട്ടവന്റെ മകൾ അത്ര വലിയ സ്വപ്നമൊന്നും കാണണ്ട, വല്ല ടൈപ്പ് റൈറ്റിംഗും DTP ഒക്കെ ആയിട്ട് പോയാൽ മതി. നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് ഇത്തരം ആൾ ദൈവങ്ങൾ സോമാലിയയിലും സുഡാനിലും കെനിയയിലും പോയി സത്രങ്ങളും യജ്ഞങ്ങളും നടത്തുന്നില്ല? അവിടെ നിന്ന് ഒന്നും കിട്ടാനില്ല. പാവപ്പെട്ടവരോടും ദരിദ്രരോടും ആലംബഹീനരോടും ഒക്കെയാണ് അനുതാപം ഉണ്ടെങ്കിൽ ഈ ദരിദ്ര രാജ്യങ്ങളിലല്ലേ അവർ പോകേണ്ടത്. അതിവിടെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ വളരെ ബുദ്ധിപരമായി ചെയ്ത ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. മദർ തെരേസ, പച്ചയായിട്ട് പറയാം. അവര് കോടികൾ ഉണ്ടാക്കിയത്, പക്ഷെ അവർ ചെയ്തത് ശരിയായ രീതിയിലല്ല, അത് വേറൊരു കാര്യം. പക്ഷെ അവർ സെലക്ട് ചെയ്ത് കുറെ കൂടെ ബുദ്ധിപരമായ രീതിയിലാണ്. മത മാറ്റമാണ് ഉദ്ദേശമെങ്കിലും അവർ ചെയ്തത് പാവപ്പെട്ടവരുടെ ഇടയിലേക്ക് അല്ലെങ്കിൽ ദരിദ്രരുടെ ഇടയിലേക്കാണ് അവർ ചെന്നത്. അവർക്ക് രോഗം വരുന്നവരെ എടുത്ത് ശുശ്രൂഷിക്കുക. പക്ഷെ അവരൊരു വലിയ തെറ്റ് ചെയ്തു. പലപ്പോഴും രക്ഷപ്പെടാൻ കഴിയുമായിരുന്ന രോഗികൾ, രോഗത്തിന്റെ പ്രാരംഭ ശേഷിയിൽ നിലയിലുള്ള രോഗികൾ, അവരുടെ ഫോട്ടോ എടുത്ത് പുറത്ത് വിട്ടിട്ട് വൻതോതിൽ പണം മാറുന്നതല്ലാതെ അത്യാവശ്യം വേണ്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ശുചിത്വവും വൈദ്യസഹായവും എത്തിക്കാതെ ഇതേ കണക്കുള്ള വലിയ ഹോളുകളിൽ മോർഫിൻ പോലെയുള്ള വളരെ അത്യാവശ്യം മരുന്നുകൾ മാത്രം കൊടുത്തുകൊണ്ട് നേരെ ഒന്ന് ഡ്രസ് ചെയ്യുക പോലെ ആളുകളെ ഇങ്ങനെ നിരത്തിയിടാണ് രോഗികളെ. അതായത് മദർ തെരേസയുടെ കേന്ദ്രത്തിൽ എത്തിയിട്ടുള്ള രോഗികൾ ആരും തിരിച്ചു പോകാൻ സാധ്യതയില്ല എന്നൊരു ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. വേദന കൂടുമ്പോൾ മദർ തെരേസ പറയുമായിരുന്നത്രേ, ഈ വേദന എന്ന് പറയുന്നത് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ്, പ്രഭുവിന്റെ അടയാളമാണ്, ചുംബനമാണ് ഈ വേദന എന്ന് പറഞ്ഞപ്പോൾ അത് അങ്ങനെയാണ്, അങ്ങനെ ഒരു ലഹരിയിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് വൈദ്യസഹായമല്ല വേണ്ടത്, നിങ്ങളുടെ വേദന പോലും ഒരു സ്വർഗത്തിൽ നിന്ന് വരുന്ന ഒരു സമ്മാനമാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു രോഗി പറഞ്ഞു അത്രേ, പ്രിയപ്പെട്ട മദർ, എന്നെ ചുംബിക്കുന്നത് നിർത്താൻ നിങ്ങളുടെ പ്രഭുവിനോടൊന്ന് പറയാമോ? എനിക്ക് ചുംബനം താങ്ങാൻ കഴിയുന്നില്ല. പക്ഷെ അവർ ചെയ്തത് കുറെ കൂടെ ബുദ്ധിപരമായിട്ടാണ്. അത്ര ബുദ്ധിയൊന്നും ഇവിടെ കാണാനില്ല. നിങ്ങൾക്കറിയാം, വാറൻ ബഫറ്റ്, ബിൽ ഗേറ്റ്സ്, ബ്രോസ്നൻ, ലോകത്തെ മുന്തിയ വ്യവസായികളെ എടുത്തു നോക്കുക. ബൂർഷകൾ അല്ലെങ്കിൽ എന്തോ അമേരിക്കൻ വ്യവസായികൾ, ബ്രിട്ടീഷ് വ്യവസായികൾ, അവരുടെയൊക്കെ അറ്റാദായത്തിന്റെ 50 മുതൽ 55% വരെ അവർ വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ചെലവഴിക്കുന്നത്. അവരൊന്നും ആൾദൈവങ്ങളല്ല. ഇന്ന് ലോകത്തെമ്പാടും കഴിഞ്ഞ 180 വർഷമായിട്ടാണ് ഈ ചാരിറ്റി എന്ന് പറയുന്ന സാധനം. ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അത് ഈ സമൂഹം മനസ്സിലാക്കാൻ എടുക്കുന്ന സമയത്താണ്, ആ ഒരു വൈകലാണ് ഇന്ന് ഈ ലോകത്ത് ഇത്രയധികം മാറ്റങ്ങളും ഇത്രയധികം ചൂഷണങ്ങളും ഉണ്ടാക്കുന്നത്. ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ചാരിറ്റി. ചാരിറ്റി ചെയ്യുന്ന ഒരാളെ നിങ്ങൾക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല, വിമർശിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥ വരുന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, വ്യവസായികൾ, ഏറ്റവും വലിയ വ്യവസായികൾ പോലും അവരുടെ 50%-ലധികം അറ്റാദായം ചാരിറ്റിക്കായിട്ട് മാറ്റിവെക്കുന്ന ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് അധിക സമ്പത്തുണ്ടെങ്കിൽ അടുത്ത് നിൽക്കുന്നതിനെ സഹായിക്കണമെന്നുള്ളത് അനിക്ഷേധ്യമായിട്ടുള്ള ഒരു നിയമമായിട്ട്, ഒരു അലിഖിതമായ നിയമമായിട്ട് അംഗീകരിക്കപ്പെട്ട കാലഘട്ടത്തിൽ വെറുതെ കിട്ടുന്ന സമ്പത്തില് അവിടെ ഇവിടെയും പിച്ചു കൊടുത്തിട്ട് അതിന്റെ പരസ്യവും കാണിച്ചിട്ട് ചില MP-മാരൊക്കെ MLA-മാരൊക്കെ കണ്ടിട്ടുണ്ട്. MP-യുടെ വികസന ഫണ്ടിൽ നിന്നും 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറഞ്ഞ് ചില തമാശകളൊക്കെ ഫേസ്ബുക്കിൽ വരാറുണ്ട്. ഈ ഫണ്ട് അവർക്ക് കൊടുക്കുന്നതാണ്. ഈ ഫണ്ട് അവർ വിനിയോഗിക്കുകയും വേണം. അപ്പൊ വിനിയോഗിക്കുന്നതിന്റെ ക്രെഡിറ്റ് അവർക്ക്. അതായത് ഒരു MP-ക്ക് കൃത്യമായ ഫണ്ടുണ്ട്, അത് ചെലവഴിക്കണമെന്നേ ഉള്ളൂ. അത് ചെലവഴിക്കാത്ത മുഹമ്മദ് അസ്റുദ്ദീനെ പോലെയുള്ള ഒരു MP ഈ അടുത്ത പേപ്പറിൽ വായിച്ചു. അദ്ദേഹം ഈ ഫണ്ടൊന്നും ചെലവഴിക്കുക, അതിന് ടൈമില്ല. അല്ല, മോഹൻലാൽ ടൈം കിട്ടിയില്ല, അതുകൊണ്ട് അദ്ദേഹം ചെലവഴിച്ചില്ല. അദ്ദേഹം അതുകൊണ്ട് വളരെ എളുപ്പമുള്ള ഒരു കാര്യം ചെയ്തു, മണ്ഡലം അങ്ങ് മാറി, കുഴപ്പമില്ലല്ലോ. അപ്പൊ ചോദിക്കും, പത്രത്തിലൂടെ ഒക്കെ എല്ലാവരും അറിയില്ലേ? ആരാ അറിയുന്നത്? നമ്മളാ അറിയുന്നേ. ഈ മണ്ഡലത്തിലുള്ളവരിതൊന്നും വായിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾക്ക് കിട്ടുന്ന അറ്റാദായം, അതായത് വെറുതെ കിട്ടുന്ന പണത്തിൽ നിന്ന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ കൊടുത്തിട്ട് അതുവഴി വളരുക എന്നുള്ളത് ഒരു വളരെ രാക്ഷസീയമായിട്ടുള്ള ഒരു സാമൂഹിക പ്രവണതയായിട്ട് മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഭിക്ഷ കൊടുത്തും
ദാനം കൊടുത്തും ഒരു സമൂഹത്തെ മെച്ചപ്പെടുത്താൻ സാധിക്കില്ല. ചില മതപരമായിട്ടുള്ള ആചാരങ്ങളുണ്ട്. ദാനം കൊടുക്കുക, ഭിക്ഷ കൊടുക്കുക, ഉള്ളവനില്ലാത്തവന് കൊടുക്കുക. അത് ശരിയായ സോഷ്യൽ എഞ്ചിനീയറിംഗേ അല്ല. വാങ്ങിക്കുന്നവനും കൊടുക്കുന്നവനും ഉള്ള ഒരു സമൂഹം എന്നും അങ്ങനെ തന്നെ പോവുള്ളൂ. കൊടുത്തു കൊടുക്കുന്നവനൊരു ഉത്കൃഷ്ട ബോധം ഉണ്ടാവും. ഞാൻ കൊടുക്കുന്നു, ഞാനൊരു പ്രഭുവാണ്. വാങ്ങിക്കുന്നവന്റെ നട്ടിൽ വളഞ്ഞുമിരിക്കും. ഗുരുതരമായിട്ടുള്ളൊരു സാമൂഹ്യ രോഗമാണ്. നിങ്ങൾക്കൊരു കരൾ രോഗത്തിനോ അല്ലെങ്കിൽ ഒരു വൃക്ക രോഗത്തിനോ ഒരു ചികിത്സ ആവശ്യമായിട്ട് വരുന്നു. നിങ്ങൾ ദരിദ്രനാണ്, പെട്ടെന്ന് വരുന്നു, നിങ്ങൾക്ക് വേണ്ടി ഒരു പൗരസമിതി ഉണ്ടാക്കുന്നു, പിരിവ് നടക്കുന്നു, നിങ്ങളെ ആശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിക്കുന്നു. കേൾക്കുമ്പോൾ എല്ലാം രസമാണ്. ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. എല്ലാവർക്കും അതിനുള്ള പണം. രണ്ടു വശമുണ്ട്. ഞാനത് സൂക്ഷ്മമായിട്ട് അവലോകനം ചെയ്യാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളൊരു വലിയ ഹോസ്പിറ്റലിൽ പോയി ഈ രോഗം മാറി തിരിച്ചു വരുന്നു, വീട്ടിൽ വരുന്നു. വീട്ടിൽ വന്നിട്ട് എല്ലാവരും നിങ്ങളെ വന്ന് പുകഴ്ത്തുന്നു, പ്രശംസിക്കുന്നു. നിങ്ങളുടെ പത്രത്തിൽ, ചില പത്രവും ചില സ്പോൺസർ ചെയ്യും. പക്ഷെ ഇങ്ങനെ അങ്ങ് പോയാലും, നിങ്ങൾ ഈ രോഗമെല്ലാം ഭേദമായി പോയാലും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങൾ കുനിഞ്ഞു നിന്ന് വാങ്ങിച്ചവനാണ്. ആ അധമബോധം നിങ്ങളെ എന്നും ഭരിക്കുക തന്നെ ചെയ്യും. ആരും ഒരുപക്ഷെ അത് പറയത്തില്ല. പക്ഷെ ഏതെങ്കിലും ഒരു അവസരത്തിൽ ഒരു വഴക്ക്, ഒരു കലഹം, ഒരു തെറ്റൽ, അപ്പൊ ഒരുത്തൻ പറയും, നീ അധികം ചാടുവൊന്നും വേണ്ട, ഞങ്ങളുടെ പിച്ചക്കാശ് കൊണ്ടാണ് നിന്റെ കരൾ ശരിയാക്കിയെന്ന് ഒരുത്തൻ അറിയാതെ പറഞ്ഞാൽ പറയും. ചില ആൾ, എല്ലാവരും അങ്ങ് മാലാഖമാരാകാനൊന്നും പറ്റില്ല. അതേസമയം ഇത്തരം നിർധനരായിട്ടുള്ള ആൾക്കാർക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ ചികിത്സിക്കാനും അത് പരിഹരിക്കാനുമായിട്ടുള്ള ഒരു പൊതുവ്യവസ്ഥ ഉണ്ടെങ്കിൽ, അതായത് ദാനം കൊടുക്കലും ഇറക്കി കൊടുക്കലും പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കലും സമ്മാനം പ്രഖ്യാപിക്കലും ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതൊക്കെ ഒരു അവികസിത സമൂഹത്തിന്റെ പിന്തിരിപ്പൻ നയങ്ങളാണ്. അതുകൊണ്ടൊന്നും ഒരിക്കലും നമുക്കിവിടെ ശാശ്വതമായിട്ടുള്ള സമത്വം ഉണ്ടാവില്ല. പെട്ടെന്ന് കുറച്ചു പേർക്ക് കിട്ടുമായിരിക്കും. ഇപ്പോ ഒരാള് കരൾ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, അയാൾക്ക് വേണ്ടി ഒരു പിരിവ് നടത്തുന്നു. നിങ്ങൾക്ക് ഈ കരൾ രോഗമുള്ള എല്ലാവരെയും കണ്ടെത്താൻ കഴിയുമോ? നിങ്ങൾ പരസ്യപ്പെടുത്തണം, എനിക്ക് രോഗമുണ്ടേ എന്ന് വിളിച്ചു പറയണം. നിങ്ങളുടെ പേരിൽ പോസ്റ്റർ അടിക്കപ്പെടണം. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ കൗൺസിൽ ഉണ്ടാവണം. അപ്പോഴേ നിങ്ങൾക്ക് രക്ഷയുള്ളൂ. അതേസമയം ഇത്തരം രോഗങ്ങൾ വരാനും ഇത്തരം പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാർക്ക് വേണ്ടി അവർക്കെല്ലാം പൊതുവായി ഒരു ഫണ്ട്, ഫോർ എക്സാമ്പിൾ ഈ ആക്സിഡന്റിലൊക്കെ ഇപ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് ഏതെങ്കിലും റോഡിൽ വീഴുകയാണെങ്കിൽ ആ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ആളുടെ അയാൾ കൊടുക്കുന്ന ടാക്സിൽ ഇങ്ങനെ ഒരു ഫണ്ട് കൂടെ ഉണ്ട്. ഇത്ര രൂപ, ഒരു 100 രൂപ കൊടുക്കുമ്പോൾ 3 രൂപ 4 രൂപ ഈ ആക്സിഡന്റ് ക്ലെയിം ഫണ്ടിലേക്കുണ്ട്. അപ്പോൾ ഒരാൾ വീണ് കഴിഞ്ഞാൽ അയാളുടെ മുഴുവൻ ചെലവുകളും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള സ്ഥാപനം നിർവഹിക്കുകയാണ്. ആരും സമ്മാനമൊന്നും പ്രഖ്യാപിക്കണ്ട. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കുത്തക സമ്മാനം പ്രഖ്യാപിക്കുന്നു. വഴി തടഞ്ഞ പാർട്ടിക്കാർ വഴി തടഞ്ഞു, സഞ്ചാര സ്വാതന്ത്ര്യം തടഞ്ഞു. അപ്പോൾ ഒരു വീട്ടമ്മ എന്ന് പ്രതികരിച്ചു. ഉടനെ ഒരാൾ 5 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. വഴി തടയാൻ പാടില്ലല്ലോ. വഴി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ധമനികൾ, അതായത് രക്തം പോകുന്ന ധമനികളെ പോലെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ വഴികൾ. ആ ധമനികൾ കട്ട് ചെയ്യുന്നതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ വഴി ബ്ലോക്ക് ചെയ്യുന്നത്. ഏറ്റവും അക്ഷന്തിമമായ ആധുനിക ലോകത്ത് ഏറ്റവും വലിയ കുറ്റമാണ് മറ്റൊരാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്നത്. അതിനെ തർക്കമില്ല. എത്ര നിസാരമായിട്ടാണ് നമ്മൾ വണ്ടിക്കുതിരയും എടുപ്പുതിരയൊക്കെ ഇറക്കിയിരുന്നത്. അവിടെ കിടക്കട, കാറൊക്കെ കൊണ്ടുചെല്ലുമ്പോൾ ഒറ്റ അടിയാണ്. അവിടെ കിടക്ക, എവിടെ പോകുന്നു? ഞാൻ ഉന്മാദിക്കട്ടെ, ഇന്ന് എനിക്ക് ഉത്സവമാണ്, നിനക്കെന്ത് എന്നുള്ള ചോദ്യമില്ല. അപ്പൊ ഇവിടെ ഒരാൾ 5 ലക്ഷം രൂപ സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരെ ശബ്ദിച്ച ഒരു സ്ത്രീക്ക് പ്രഖ്യാപിക്കും. നല്ല കാര്യം എന്ന് തോന്നാം. ഈ സ്ത്രീ 5 ലക്ഷം വാങ്ങിച്ചിട്ട് അവര് ഒരു ഗേറ്റ് മാത്രം തടഞ്ഞ പാർട്ടിക്കെതിരെ അവർ പ്രതികരിച്ചപ്പോൾ 5 ലക്ഷം കിട്ടിയെങ്കിൽ ഒരു മാസത്തിന് ശേഷം ഒരു ജില്ല മുഴുവൻ, ഒരു ടൗൺ മുഴുവനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം നടന്നുകൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ തെരുവുകൾ പൊങ്കാല കേന്ദ്രങ്ങളാക്കി മാറ്റിയപ്പം ഈ ചേച്ചിയും പോയി പൊങ്കാല ഇട്ടു. ഒരു ഗേറ്റ് തടയുമ്പോൾ അവർക്ക് 5 ലക്ഷം കിട്ടുകയാണെങ്കിൽ, അതിനെതിരെ ശബ്ദിക്കുകയാണെങ്കിൽ, ആ 5 ലക്ഷവും വാങ്ങിച്ചുകൊണ്ടാണ് ഈ പൗരപ്രമുഖ ഇവർ പോയി ഒരു നഗരത്തിലെ മുഴുവൻ സഞ്ചാര സ്വാതന്ത്ര്യവും തടയുന്നതിന്റെ എളിയ സംഭാവന ചെയ്തുകൊണ്ട് പായസം തിളപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. ഈ ചാരിറ്റി അല്ലെങ്കിൽ ആൾദൈവങ്ങൾ പലപ്പോഴും, ഇപ്പോ അമൃതാനന്ദമയി മാത്രമല്ല,
സായിബാബയും ചെയ്യുന്നത് ജലസേചന പദ്ധതികൾ, വൈദ്യുത പദ്ധതികൾ, സ്കൂളുകൾ വാങ്ങിക്കുക, വിധവകളുടെ വിവാഹം, വിവാഹത്തിനുള്ള ധനസഹായം, ആരോഗ്യരംഗം, ഇവരിലേക്ക് അവർ ഇറങ്ങിച്ചെല്ലുകയാണ്. ഇതൊക്കെ സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യം. ഇത്തരത്തിലുള്ള ആൾക്കാർ സമ്പത്തിന്റെ കേന്ദ്രങ്ങളായി മാറുന്ന ഇൽഗോട്ടൺ വെൽത്ത്, അധമമായ രീതിയിൽ സമ്പാദിക്കുന്ന സമ്പത്തുകളുടെ മഹാകേന്ദ്രങ്ങൾ ഇവർ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ രാഷ്ട്രീയക്കാരും പറയുന്നതാണ്, ഇവർ ഗവൺമെന്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നത്, അതുകൊണ്ട് നാണോ മാനോ ഇല്ലേ? അല്ല, മാളാരവന്തൻ ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട് നാണോ മാനോ ഇല്ലേ എന്ന്. അയാൾ ചോദിക്കുന്നത് നാണോ മാനം ഇല്ലേ എന്നാണ്, സ്ത്രീ കേൾക്കുന്നത് നാണോ മാനോ ഇല്ലേ എന്നാണ്. അതായത് അവർ ചെയ്യേണ്ട ഒരു കാര്യം അവർ ചെയ്യാതെ അത് വേറൊരാൾ ചെയ്യുന്നു, അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അയാളുടെ പുറകെ പോകുക. സത്യത്തിൽ ഒരു സ്വയം തിരിച്ചറിയൽ പോലും അവിടെ ഇല്ല. ആഫ്രിക്കയില് ഈ എല്ലാവരും എയ്ഡായിരുന്നു കൊടുക്കുന്നത്. എല്ലാവരും കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനം. ഇവിടെ ഈ സോമാലിയയിലുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, ഇത്തരത്തിലുള്ള ദൈവങ്ങളൊന്നും അധികം അങ്ങോട്ട് പോയിട്ടില്ല, അവിടെ നിന്നൊന്നും കിട്ടാനില്ല. പക്ഷേ ക്രിസ്ത്യൻ മിഷണറീസ് പോലെയുള്ള സ്ഥാപനങ്ങൾ ഇവർ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അവസാനം എന്ത് ചെയ്തു? ആഫ്രിക്കക്കാർ പറഞ്ഞു we don't want any more aid, we want trade. ഞങ്ങളോട് കച്ചവടം ചെയ്യൂ, നേർക്ക് നേർ നിന്ന് ഞങ്ങളോട് കച്ചവടം ചെയ്യും, ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കൂ, ഞങ്ങൾ അതിൽ നിന്ന് ലാഭം കണ്ടെത്തിക്കൊള്ളാം, അതുകൊണ്ട് പുരോഗമിച്ചുകൊള്ളാം, അല്ലാതെ ഈ നക്കാപ്പിച്ച ഇനി വേണ്ട. കാര്യം ചാരിറ്റി കൊണ്ട് ലോകത്ത് ഒരു വ്യക്തിയും ഒരു സമൂഹവും ഒരു രാജ്യവും രക്ഷപ്പെട്ട ചരിത്രമില്ല. കുനിഞ്ഞു നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നട്ടല് വളഞ്ഞിരിക്കുമെന്നല്ലാതെ കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഉള്ളൊരു സമൂഹം അല്ല വേണ്ടത്. ചില സമയങ്ങളിൽ അത്യാവശ്യമായിട്ട് ഞാൻ നിഷേധിക്കുന്നില്ല, ഒരു താങ്ങ് നമുക്ക് വേണ്ടിവരും. പക്ഷെ അത് നമുക്ക് ശാശ്വതമായ ഒരു സമൂഹ വ്യവസ്ഥയായിട്ട് അത് മാറ്റാൻ പറ്റില്ല. ചിലപ്പോൾ വേണ്ടിവരും, വ്യക്തിഗതമായിട്ടുള്ള പല കേസുകളിൽ അങ്ങനെ വേണ്ടിവരും. നമ്മളൊരു ആശ്വാസം കിട്ടുന്ന വലിയ കാര്യം തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കുകയും വേണം. ഞാനത് പറയാൻ കാര്യം, അങ്ങനെയുള്ള സഹായങ്ങൾ ആവശ്യമുള്ള ആൾക്കാരുണ്ട്. മതം ചവച്ചു തുപ്പിയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട് മൂവാറ്റുപുഴയിൽ. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 50 പേര് മാത്രം എഴുതിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു സിലബസിലുള്ള ഒരു പുസ്തകത്തില്, തിരക്കഥയുടെ രീതിശാസ്ത്രം എന്ന് പറയുന്ന കുഞ്ഞു മുഹമ്മദ് എഴുതിയൊരു പുസ്തകത്തിൽ ഒരു ഭ്രാന്തനും ദൈവവുമായിട്ടുള്ള ഒരു ചർച്ചയിൽ, ഭ്രാന്തൻ എന്നുള്ളതിൻ്റെ അടുത്ത് അത് എഴുതിയ ആളുടെ പേര്, അതായത് മുഹമ്മദ് എന്നിട്ടോ ആണ് ഇയാൾ ചെയ്ത തെറ്റ്. ഇത് ഏതാണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ആരും കണ്ടില്ല, അത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. ഈ ക്വസ്റ്റ്യൻ പുറത്തു പോകുന്നു, ഒരു ടെർമിനൽ എക്സാമിനേഷൻ, വലിയ തോതിലുള്ള ഗൂഢാലോചന നടക്കുകയാണ്, ആ മനുഷ്യനെ പിച്ചു ചീന്തുകയാണ്. നിങ്ങൾക്കറിയാം, ആ മനുഷ്യൻ, ഞങ്ങള് അതിനുശേഷം ഒരു ചെറിയൊരു തുക, ഞങ്ങള് കുറച്ചുപേരൊക്കെ സുഹൃത്തുക്കളൊക്കെ ചേർന്ന് ചെറിയൊരു തുക, വലിയൊരു തുകയുടെ വലിപ്പമല്ല, ഞങ്ങൾ അദ്ദേഹത്തോടുള്ള ഒരു, ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ഹിന്ദു ആയാലും, ഒരു മനുഷ്യന് വെട്ടേക്കുന്നത് മനുഷ്യരാശിക്ക് മൊത്തം വെട്ടേക്കുന്നതിന് തുല്യമാണ്. അവിടെ പോയി അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഈ ആൾദൈവങ്ങളുടെ ഇതിലൂടെ പലപ്പോഴും വിട്ടുകളയാൻ പറ്റാത്തൊരു കാര്യമാണ്. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പള്ളിയിൽ നിന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. ഭാര്യ ഉണ്ടായിരുന്നു, അമ്മയുണ്ടായിരുന്നു, സഹോദരി ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ചേസ് ചെയ്ത് വന്നിട്ട് ഒരു പടക്കമൊക്കെ പൊട്ടിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ട് ഈ പുള്ളിയെ കാറിനകത്ത് നിന്ന് വലിച്ച് പുറത്തിട്ടു. ഒരു പറമ്പിൽ കൊണ്ടുപോയി വെട്ടാൻ തുടങ്ങി, മഴുവും കൊടാലിയൊക്കെ വെച്ച് വിട്ടു. 2-3 തവണ മകൻ വന്ന് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ മകനെ വലിച്ചെടുത്ത് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. ആ പ്രായമുള്ള അമ്മച്ചി ഒരു കൊട വെച്ചാണ് ഇവരെ കുത്താൻ ശ്രമിച്ചത്. ആ കൊട വളഞ്ഞൊടിഞ്ഞ് അവസാനം ഇവര് മോഹലസ്യപ്പെട്ടു വീണു. ആ കന്യാസ്ത്രീ ആകട്ടെ ഒരക്ഷരം മിണ്ടാൻ വയ്യാതെ ആദ്യന്തം ഒരു പ്രതിമ പോലെ അവിടെ നിൽക്കുക. ആദ്യം കൈ വെട്ടിയപ്പോൾ നബിയെ ആക്ഷേപിച്ച കൈ നിനക്കിനി വേണ്ട എന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഒരുപക്ഷെ മുസ്ലിങ്ങളുടെ ഇടയിൽ നല്ലൊരു ശതമാനം ആൾക്കാരുടെ പേര് മുഹമ്മദ് എന്നാണ്. കേരള യുക്തിവാദി സംഘത്തിന്റെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദാണ്.
യുക്തിവാദി സംഘം, അവിശ്വാസി. നിങ്ങൾ ജയിലുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മുഹമ്മദിനെ കാണാൻ സാധിക്കും. മാനഭംഗ കേസുകളിൽ മുഹമ്മദിനെ കാണാൻ സാധിക്കും. എല്ലാത്തരം ആൾക്കാരും ഉണ്ട്. ഈ ഒരു പേര് പൊതുവായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഈ മുഹമ്മദ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മുഹമ്മദാണ്. അതുകൊണ്ട് നിനക്ക് ഈ കൈപാടില്ല. അന്ന് ഈ സമൂഹം എന്തുമാത്രം ആ മതഭീകരതയുടെ കരിഞ്ചേര ഇങ്ങനെ ഇഴഞ്ഞു കയറുമ്പോൾ ഈ സമൂഹം ഇത് ഞങ്ങളുടേതല്ല പ്രശ്നം, അയാൾ എന്തോ തെറ്റ് ചെയ്തു, എല്ലാവരും അയാളെ കുറിച്ച്, അയാളുടെ വാക്ക് പോലും ആരും കേട്ടില്ലല്ലോ, അങ്ങനെയൊക്കെ പറയാനുള്ളതൊന്നും കേൾക്കുന്നില്ലല്ലോ. പുള്ളി പറഞ്ഞൊരു കാര്യം, ആദ്യം കൈവെട്ടിയപ്പോ പുള്ളി പറഞ്ഞു ചെയ്യരുത് എന്ന്. ഇടയ്ക്കിങ്ങനെ ബോധം വന്നും പോയി ഇങ്ങനെ നിൽക്കുന്നു. പിന്നീട് ഉടനെ ഇവര് കാല് വെട്ടാൻ ഒരുങ്ങാണ്. വലത് കൈ ഏതാണ്ട് കൊത്തി കൊതച്ചെടുത്ത് മാറ്റി. ഒരു ആയുധത്തിന് മൂർച്ചയില്ലാത്തതാണെന്ന് തോന്നി. ഇത്രയും വെട്ട ആ പാവത്തിന്റെ മേളിൽ വേണ്ടത്. വലത് കൈ വെട്ടിയിട്ട് വലത് കാലിൽ വെട്ടി. വലത് കാലിൽ ഒരു വെട്ടിയപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ബോധം പോയി. പക്ഷെ അടുത്ത് നിന്ന് പറഞ്ഞത് കേട്ടു, ഡാ നീ എന്തൊരു വിഡിതരോ കാണിക്കുന്നേ, ആ കാലല്ല വെട്ടേണ്ടത്, മറ്റേ കാലാണ് വെട്ടേണ്ടത്. അതായത് 5:33 ഖുർആൻ. വിപരീത ദിശകളിലുള്ള കരചരണങ്ങൾ ഭേദിച്ചു കളയണമെന്നാണ്. വലത് കൈ വെട്ടിയെങ്കിൽ ഇനി വെട്ടേണ്ടത് ഇടത് കാലാണ്. കൃത്യമായി മതം പഠിക്കാത്തത് കൊണ്ട് ഈ പാവം മാഷിന് പിന്നീട് അവർ ഇടത് കാലെടുത്ത് വെട്ടി. ഈ പാവം മാഷിന് ഒരു വെട്ട് ബോണസായിട്ട് കിട്ടി. ചില പറയാറുണ്ട് ഇവരൊന്നും യഥാർത്ഥ മതവിശ്വാസികളല്ല, മതം പഠിക്കാത്തതാണ് കുഴപ്പം. തീർച്ചയായിട്ടും ആണ്. മതം നേരെ പഠിച്ചിരുന്നെങ്കിൽ വെട്ടൊന്ന് കുറഞ്ഞു കിട്ടിയേനെ. അത് നടന്ന സംഭവമാണ്. അത്തരം മനുഷ്യർക്ക് സഹായങ്ങൾ ആവശ്യമാണ്. അവരെ സഹായിക്കാൻ ഒരു പൊതുവ്യവസ്ഥയില്ല. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഇത്തരം ഫണ്ടുകൾ ഒഴുകുന്നില്ലല്ലോ. എല്ലാവരും പറഞ്ഞു അദ്ദേഹം ഒരുപാട് കോടിക്കണക്കിന് വാങ്ങിച്ചു വെച്ചിരിക്കുകയാണ്. എന്നിട്ട് എന്താ പറ്റി? മകളുടെ കല്യാണം പോലും നടത്താൻ വഴിയില്ലെന്ന് ഉറപ്പ് വന്ന് അന്ന് ആ വെട്ട് കണ്ടുകൊണ്ടിരുന്ന സ്ത്രീ തന്നെ ആലോചിച്ചു. അവർ അന്ന് മുതലേ മാനസികമായിട്ട് അവർ തളർന്നു പോയൊരു വ്യക്തി. അപമാനത്തിന്റെ മേൽ അപമാനം, പീഡനത്തിന്റെ മേൽ പീഡനം. അവസാനം സഹിക്കവയ്യാതെ അവർ വലിച്ചെറിഞ്ഞിട്ട് പോവുകയാണ് ഉണ്ടായത്. ഏറ്റവും പ്രിയപ്പെട്ട ജീവിതം അതൊരാൾ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടെന്ന് മനസ്സിലാക്കണം. ആ ശവം പലരെ കൊണ്ട് ഇവിടെ തീറ്റിക്കേണ്ടതാണ്. എനിക്കൊരു മടിയില്ലത് പറയാൻ. അത് വെട്ടിയവർ മാത്രമല്ല, അതിനുശേഷം ജീവനോടെ അദ്ദേഹത്തെ കുഴിച്ചു മൂടിയ ആൾക്കാരുണ്ട്. സ്വന്തം കൂട്ടർ തന്നെയാണ്. ഇതൊക്കെ എന്ത് കരുണയുടെയും ദയയുടെയും മാനവികതയുടെയും കാര്യം പറയുന്ന ആൾക്കാർ മനുഷ്യരായിട്ട് ജീവിക്കുകയാണ്. അവർ തന്നെ പോയി ശവസംസ്കാരം നടത്തി കൊടുക്കുകയും ചെയ്യും. അത്തരം ആൾക്കാർക്ക് വേണ്ടി വരും സഹായം. ആ സഹായമല്ല, അങ്ങോട്ടൊന്നും ഒഴുകുന്നില്ലല്ലോ ഈ ഫണ്ട്. ഇത് പൂച്ചക്കറക്കി വിദ്യയാണ്. ഓരോരുത്തർക്കും കൊടുക്കുക, പത്രത്തിൽ കൊടുക്കുക, സുനാമി മറ്റേത് വരിക, അവിടെ കൊടുക്കുക, ഇവിടെ കൊടുക്കുക. ഇത് ഞാൻ പറയുന്നു, ഞാൻ ചുരുക്കുകയാണ്. ഒരു സമൂഹം മുഴുവൻ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഈ ഒരു ദൈവം അല്ലെങ്കിൽ ഈ ഒരു ആൾ ദൈവത്തെ കുറിച്ച് പറയുകയാണെങ്കിലും എനിക്കധികം പേഴ്സണലായിട്ട് റെഫർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. അവിരാമമായ ഒരു ശൈശവം. നമ്മൾ ശൈശവത്തിൽ അമ്മയോടൊപ്പം ചേർന്ന് നിൽക്കും. എന്ത് പ്രശ്നം വന്നാലും അമ്മയെ എന്ന് വിളിക്കും. അമ്മയ്ക്ക് ചുറ്റിപ്പറ്റി എപ്പോഴും ഉണ്ടാവും. അത് നമ്മുടെ ഒരു അഭയകേന്ദ്രമാണ്. പക്ഷെ ഏത് സ്പീഷീസ് എടുത്തു നോക്കി കഴിഞ്ഞാലും അത് വളരുന്നതനുസരിച്ച്, ബുദ്ധിപരമായും ശാരീരികമായും വളർച്ച പ്രാപിക്കുന്നതനുസരിച്ച് അമ്മയിൽ നിന്ന് മാറി സ്വന്തം നിലയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങും. പല സ്പീഷീസുകളിലും അങ്ങനെ ചെയ്തില്ല എങ്കിൽ കൊത്തി ഓടിക്കും, കോഴിയുടെ ഇടയിലൊക്കെ സമ്മതിക്കും. നിങ്ങൾക്കൊരു വ്യക്തിയാകണമെങ്കിൽ, നിങ്ങൾക്ക് വളർച്ച നേടണമെങ്കിൽ അമ്മയെ സ്നേഹിച്ചുകൊണ്ട്, അമ്മയെ ബഹുമാനിച്ചുകൊണ്ട് അമ്മയിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ തളർച്ചയാണ്, നിങ്ങളുടെ വളർച്ചയില്ലായ്മയാണ്. മരണം വരെ നിങ്ങൾക്കൊരു ടയർ, കൊച്ചുനാളിലൊക്കെ ടയർ ഉരുട്ടിക്കൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ കാര്യമാണ്. ടയർ ഇന്നിപ്പോ ജനങ്ങൾക്ക് അറിയില്ലായിരിക്കും. ഇപ്പോൾ ഒരു സൈക്കിളിന്റെ ടയർ കൊണ്ടു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ചോദിക്കുക, എന്നെ എന്തെങ്കിലും കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങിക്കാൻ പറഞ്ഞ ഉടനെ അതിന് ടയർ ഉരുട്ടിക്കൊണ്ട് പോവാം. അപ്പൊ ഞാൻ ചോദിക്കും, എന്തെങ്കിലും വാങ്ങിക്കാണ്ടോ അമ്മേ, എന്തെങ്കിലും വാങ്ങിക്കാണ്ടോ അച്ഛോ എന്ന് ചോദിക്കുമായിരുന്നു. ആ ടയർ ഞാൻ കളഞ്ഞു. അന്ന് എൻ്റെ സാമ്രാജ്യം എന്ന് പറയുന്നത്, എൻ്റെ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ടയറായിരുന്നു. അങ്ങനെ നമുക്ക് ബാല്യകാലത്ത് പലതരം വൈകാരികമായിട്ടുള്ള അഭയകേന്ദ്രങ്ങളും ആശ്വാസങ്ങളും ഉന്മാദങ്ങളും ആവേശങ്ങളും ഉണ്ടാവും. നമ്മൾ ക്രമേണ വളർച്ച പ്രാപിക്കുന്ന അനുസരിച്ച് നമ്മളിതെല്ലാം വിട്ടൊഴിയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ വളർച്ചയുടെ അടയാളമാണ്. ഒരു സമൂഹം
ഇത്തരത്തിൽ വളരാത്തതിൻ്റെ, വൈകാരികമായും ബൗദ്ധികമായും വളരാത്തതിൻ്റെ ചിഹ്നമാണ് ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് അഴുക്ക് വന്നടിയുന്നത്. ഇവർ വെറുതെ അല്ല, ഈ ഭൗതികമായ ആസക്തിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്ന ആൾക്കാരാണ് പലപ്പോഴും. ഒന്ന് ആലോചിച്ച് നോക്കുക, തന്നേക്കാൾ തൻ്റെ കാര്യങ്ങൾ മറ്റൊരാൾക്ക് അറിയാം എന്നൊരാൾ ചിന്തിക്കുന്നെങ്കിൽ അവൻ ഒരുപാട് ജീർണതയ്ക്ക് വിധേയനായപ്പെട്ടു. നിങ്ങളുടെ കാര്യം നിങ്ങളെക്കാൾ നല്ലതായിട്ട് ആർക്കാണ് അറിയാൻ സാധിക്കുക? നിങ്ങൾക്ക് വേണ്ടി വേറൊരാൾ എന്ത് ചെയ്യുമായിരിക്കും. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം, നമുക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ, നമുക്കെന്തെങ്കിലും ആകാനുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ കാലുകൾ എന്ന് പറയുന്നത് നമ്മുടെ കാലുകളാണോ? മറ്റൊരാളുടെ കാലുകളുടെ മേളിലാകരുത് നമ്മൾ യാത്ര ചെയ്യുന്നത്. അവരുടെ വാക്കുകളാകരുത് നമ്മുടെ ശക്തി കേന്ദ്രം. നിങ്ങൾക്ക് സ്വയം സപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ബാധ്യതയായിരിക്കും, മറ്റുള്ളവർക്കൊരു ഭാരമായിരിക്കും. ഈ വൈകാരികമായിട്ടുള്ള അധപ്പതനത്തിൽ നിന്നും ചിന്താശൂന്യതയിൽ നിന്നുമാണ് ഇത്തരം കപട ആത്മീയത എന്നൊക്കെ പലരും പറയും. കപട ആത്മീയതയും നല്ല ആത്മീയതയൊന്നുമില്ല, ഇതെല്ലാം ഒറ്റ ചരക്ക് തന്നെ. അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇത് കപട ആത്മീയത, ഇത് കപട ഭക്തി, ഇത് നല്ല ഭക്തി, ഇതെല്ലാം സാധനം ഒന്ന് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ ദൈവം എന്തായിരുന്നായാലും, പ്രപഞ്ച സൃഷ്ടാവായ ദൈവമായാലും, ഇനി അല്ലെങ്കിൽ മദ്യപിക്കുന്ന ദൈവമായാലും, അല്ലെങ്കിൽ ഒരു ഡിങ്കനായാലും, അല്ല നിങ്ങളൊരു ദിവസം ഒരു കുട്ട എടുത്ത് വെച്ച് ദിവസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. കാര്യം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പല കാര്യങ്ങളും നടക്കും. ചില കാര്യങ്ങൾ ഭാഗികമായി നടക്കും, ചില കാര്യങ്ങൾ നടക്കില്ല, ചില കാര്യങ്ങൾ എതിരായിട്ട് നടക്കും. കാര്യം അത് കുട്ടയുടെ ഒരു കഴിവുകൊണ്ടല്ല, കാരണം നിങ്ങൾക്ക് നടക്കാൻ സാധ്യതയുള്ള കുറെ കാര്യങ്ങൾ ഈ ലിസ്റ്റിലുണ്ട്. നിങ്ങൾ പറക്കാൻ പ്രാർത്ഥിച്ചു നോക്കൂ, അല്ലെങ്കിൽ പറക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആൾ ദൈവത്തെ കണ്ടു നോക്കൂ, നടക്കില്ല. നിങ്ങൾക്ക് തന്നെ നടത്താവുന്ന, നിങ്ങളിലൂടെ തന്നെ നടക്കുന്ന ചില കാര്യങ്ങളാണ് നിങ്ങൾ പലപ്പോഴും ഈ സമൂഹത്തിലുള്ള പല ആൾക്കാരും ആൾദൈവങ്ങളുടെ പേരിൽ അവരിൽ നടത്തിക്കുന്നത്. അല്ലാതെ അതിനകത്ത് അത്ഭുതങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെ തന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ആത്മീയതയുടെ കാണാപ്പുറങ്ങൾ എന്നാണ്. ഈ കാണാപ്പുറങ്ങൾ വളരെ വ്യക്തമാണ്. ഇത് അജ്ഞതയാണൊന്ന്, അന്ധവിശ്വാസമാണൊന്ന്, സാമൂഹ്യപരമായിട്ടുള്ള ജീർണതയാണ്. ഇത് മൂന്നുമാണ് നമ്മൾ കാണുന്നത്. ഇത് ഒരാളുടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോ അമൃതാനന്ദമയി എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, അതൊരു സാമൂഹ്യ അവസ്ഥയാണ്. എനിക്ക് അവരോട് മാത്രമായിട്ടോ അവരെക്കുറിച്ച് മാത്രമായിട്ടോ ഒന്നും പറയാനില്ല. അവരുടെ എന്തെങ്കിലും അവിഹിതമായിട്ടുള്ള ഇതൊന്നും ഒരു വിഷയമല്ല. എല്ലാ ആൾദൈവ കേന്ദ്രങ്ങളിലും നടക്കുന്നതാണിത്. അവർ കൂടിയ അളവിൽ നടത്തുന്നേ ഉള്ളൂ. കൊലപാതകങ്ങളില്ലാത്ത, മാനഭംഗങ്ങളില്ലാത്ത, കവർച്ചകളില്ലാത്ത, കൊള്ളയില്ലാത്ത ഏത് ആൾദൈവാശ്രമങ്ങളാണുള്ളത്? ഈ മൊത്തത്തിൽ നമ്മൾ ഈ സമൂഹത്തിലെ സന്യാസിമാരെ കുറിച്ചും ഇവരെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ഭക്തജനം മൊത്തത്തിൽ വളരെ ആവശ്യമാണ്. മാനസിക നിയന്ത്രണം എന്ന് പറയുന്ന സാധനം അവർ അടുത്തൂടെ പോയിട്ടില്ല. ഇത്ര വൈകാരികമായി ജീർണിക്കപ്പെട്ട ഒരു ജനത ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാര്യം ആത്മാവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മവിശ്വാസം ഇല്ലാതാകുന്നുള്ള സത്യം. നിങ്ങളിൽ വിശ്വസിക്കുക. ഏറ്റവും വലിയ യോഗയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വലിയ വലിയ സന്യാസിവര്യന്മാർ, ഋഷിവര്യന്മാർ. ഏറ്റവും വലിയ സന്യാസിവര്യന്മാരെ നോക്കുക നിങ്ങൾ. വിശ്വാമിത്രൻ, ദുർവാസാവ്, വിഭാണ്ഡകൻ തൊട്ട് ശാശ്വതീകാനന്ദ വരെ നോക്കുക. ഇവരെയൊക്കെ മനോനിയന്ത്രണവും ആത്മനിയന്ത്രണവും എത്രയുണ്ടെന്ന് അറിയുക. ഇവിടെ അടുത്തിടെ ശിവഗിരിയിൽ ഏറ്റവും കൂടുതൽ സെക്കുലർ ആയിട്ടുള്ള സന്യാസി മഠം എന്ന് പറയുന്ന ശിവഗിരിയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ സന്യാസിമാർ പരസ്പരം വിറക് കൊള്ളി വെച്ചാണ് തലമണ്ടയ്ക്കടിച്ചത്. ആത്മനിയന്ത്രണം, സന്യാസം. ലൈംഗികാരോപണങ്ങൾ ഉന്നയിക്കപ്പെടാത്ത ഏതെങ്കിലും ആശ്രമങ്ങളോ മഠങ്ങളോ ഉണ്ടോ? എനിക്കറിയില്ല, എനിക്ക് വിവരം ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല ഒന്നും. ഇതൊന്നുമല്ല വിഷയം. ഈ ലൈംഗികത വിടുക. ഇപ്പോ സരിത എസ് നായരുടെ ഒരു കേസ്, അവർക്കൊരു 80 വയസ്സുണ്ടായിരുന്നെങ്കിൽ അതൊരു കേസേ അല്ല. അവരുടെ പ്രായമാണ് അതിനകത്തെ കേസ്. ഇന്നത് ഓടിച്ചുകൊണ്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇത് വെറും ഒരു അവിഹിത കഥകളായിട്ടോ ലൈംഗിക പരാമർശങ്ങളോ ആക്കി മാറ്റാതെ, ഒരു ആശ്രമത്തിലെ ജീവിച്ചിരുന്ന ഒരു വനിത, അവർ നടത്തിയ വെളിപ്പെടുത്തൽ, അവരുടെ പുസ്തകങ്ങൾ മൊത്തം വായിച്ചു. അവർക്കൊരു വലിയ തെറ്റ് പറ്റി, അവർ തിരിച്ചറിഞ്ഞു ഇത്രയും കാലഘട്ടത്തിൽ. അത് വലിയ കാര്യം തന്നെയാണ്. അപ്പൊ ചെല്ലി ചോദിക്കുന്നു, 15 വർഷമായിട്ട് അവരെവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നു. ചില വിവാഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആദ്യം കുഴപ്പമാണെന്ന് മനസ്സിലാക്കിയിട്ട് ചില സ്ത്രീകളൊക്കെ അങ്ങ് സഹിക്കും. ഇങ്ങനെയെങ്കിലും നേരെയാക്കാം, ഒരു കുട്ടിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവും,
അങ്ങനെ അങ്ങ് ശരിയാവും, അത് കഴിഞ്ഞ് ശരിയാവും എന്നൊക്കെ ഇങ്ങനെ നിന്നിട്ട് അവസാനം ഒരു രക്ഷയില്ലാതെ വരുമ്പോൾ, ഗത്യന്തരമില്ലാതെ വരുമ്പോൾ അവർ വിവാഹമോചനത്തിന് തയ്യാറാവും. അന്നേരം ചിലർ മാറിയെന്നൊരു ചോദ്യമുണ്ട്, അവൻ അത്രയും കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ നീ ഇത്രയും വർഷം നീ എങ്ങനെ സഹിച്ചേ? ആരും ഇതൊന്നും ഇങ്ങനെ വെറുതെ ഒറ്റ രീതിയിൽ ഇട്ടെറിഞ്ഞിട്ട് പോവില്ല. അവർ 15 വർഷം കാത്തിരുന്നെങ്കിൽ ആ ട്രോമയിൽ നിന്ന്, ആ ഞെട്ടലിൽ നിന്ന് അവർക്ക് പുറത്തു വരക്കാൻ എടുക്കുന്ന ഒരു മിനിമം സമയമാണത്. അല്ലാതെ പെട്ടെന്ന് ഒരു തീ പിടിക്കുന്ന ഒരു വണ്ടിയിൽ നിന്ന് എടുത്ത് ചാടുന്നോണ്ട് ഇറങ്ങി പോകാവുന്നൊരു കാര്യമല്ല. 5 പൈസ ആ നാരായണൻകുട്ടിക്ക് തന്നെ തിരിച്ചു പോകാൻ പൈസ ഇല്ലാഞ്ഞിട്ടാണ് നാരായണൻകുട്ടി വാച്ച് കടം വെച്ചിട്ട് പണയം വെച്ചിട്ട് പോകേണ്ടി വന്നത്. ആ വാച്ച് തിരിച്ചു ചോദിക്കാൻ ചെന്നാണ് അടിച്ച് ആഫീസ് കൂട്ടിയത്. എല്ലാ ചിറകുകളും വെട്ടിക്കളഞ്ഞതിന് ശേഷമാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് രക്ഷപ്പെടാൻ, അവരേതാണ്ട് 6 or 7 കൊല്ലം രക്ഷപ്പെടാനായിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ വെളിപ്പെടുത്തലുകൾ സ്വാഭാവികമായി ഈ സമൂഹത്തിന്റെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ്. പക്ഷേ ഇവിടെ ഉള്ളവർക്കും, ഞാൻ ഈ കരുനാഗപ്പള്ളിയിൽ വന്നിട്ട് സംതിങ് ലൈക്ക് ടേക്കിംഗ് ഇംഗ്ലീഷ് ടു ഇംഗ്ലണ്ടിലേക്ക് പോയി ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് തുല്യമായിരിക്കും ഞാൻ ഇത്തരം ആൾ ദൈവങ്ങളുടെ കാര്യങ്ങൾ കരുനാഗപ്പള്ളിക്കാരോട് പറയുന്നതെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ ഈ മലയാളി സമൂഹത്തിന് ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഈ പുഴുക്കുത്തലുകളും ഈ ജീർണതലും കണ്ട് തിരിച്ചറിയാനുള്ള ഒരു മനോഭാവം, ഇന്ന് ഈ ഒരു സംഭവം വെറുതെ പോയിട്ടില്ല. ഈ ഗെയിൽ ട്രെഡ്വെല്ലിന്റെ സംഭവം, ഈ ബുക്കും വെറുതെ പോയിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത്രമാത്രം ഒലഞ്ഞിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ടൊന്നും ആയിട്ടില്ല. കാരണം ഇത്തരം ഒരു അപവാദമാണെങ്കിൽ അതിജീവിക്കാൻ എളുപ്പമാണ്. പക്ഷെ ക്രൈം ആണെങ്കിൽ അങ്ങനെയല്ല. സോ ഐ സേ ദാറ്റ് അഗൈൻ ദ ക്രൈം, ദാറ്റ്സ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. അന്വേഷണങ്ങൾ വേണ്ട അതിനെക്കുറിച്ചാണ്, അല്ലാതെ ഇക്കിളിപ്പെടുത്തുന്ന സാഹിത്യത്തെ കുറിച്ചല്ല. ഗെയിൽ ട്രെഡ്വെൽ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അതിനെക്കുറിച്ച്. അവരൊരു 20ാമത്തെ ചാപ്റ്റർ വായിക്കാൻ ഭയങ്കര എളുപ്പമാണ്. പല മീഡിയ വൺകാർ അത് ഉടനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്റർനെറ്റിലിട്ടു. ആ ചാപ്റ്റർ മാത്രം. അതാ ഞാൻ വളരെ വിനീതമായിട്ട് പറയുന്നു, അതല്ല വിഷയം. വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കേന്ദ്രങ്ങളിലും നടക്കുന്ന പോലെ ഇവിടെ ശുദ്ധമായിട്ടുള്ള ക്രൈം, പരിശോധനകളില്ലാതെ വിദേശത്തേക്ക് പോകുക. 1984 സുധാമണി എന്നുള്ള പേരിൽ ഇവരുടെ അച്ഛൻ ഒരു പോലീസ് കേസ് കൊടുക്കുകയും കരുനാഗപ്പള്ളി കോടതിയിൽ ഒരു ബ്ലേഡ് ഇടപാടിന്റെ ഒരു കേസ് ഇപ്പോഴും ഉണ്ടാവും, പോയിട്ടുണ്ടാവില്ല. അതായത് പണം കൊടുക്കുകയും പണത്തിന് ഇത്ര ശതമാനം പലിശ വെക്കുകയും അത് തിരിച്ചു കിട്ടിയില്ല എന്നുള്ള രീതിയിൽ അവിടുത്തെ അമൃതാനന്ദ മിഷൻ ട്രസ്റ്റ് അതിലെ ഒരു ഡയറക്ടറായിട്ടുള്ള ഒരു അംഗമായിട്ടുള്ള ഒരു രാജപ്പനെതിരായിട്ടാണ് കേസ് കൊടുത്തത്. അപ്പോൾ ആ കേസ് കൊടുത്തപ്പോൾ, അതായത് പണം പലിശയ്ക്ക് കൊടുത്ത പണം തിരിച്ചു കിട്ടിയില്ല, വിവാഹാവത്തിന് വാങ്ങിച്ച പണമാണ്. ആ കേസ് ഇപ്പോഴും ഉണ്ട്. അതിന്റെ കാര്യങ്ങളെല്ലാം നിഷേധിക്കാൻ പറ്റാത്ത രീതിയിലുള്ളതാണ്. അതിന് രാജപ്പൻ പറഞ്ഞ മറുപടി ഉണ്ട്. ഇവര് സ്വയം അവകാശപ്പെട്ടിരിക്കുന്ന തപോവൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വനിതയാണ് എന്നാണ്. അപ്പോൾ ഈ ഡയറക്ടർ ബോർഡിൽ ഉണ്ടായിരുന്ന ഈ രാജപ്പൻ പറഞ്ഞു, തപോവൃത്തിയൊന്നും അല്ല, ഇവര് ബ്ലേഡ്, പണം, സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചിട്ട് കൊടുക്കുന്ന സ്വർണ്ണ കള്ളക്കടത്ത്, അത്തരം ബന്ധമുള്ള ഒരാളാണ്. ഇതിനകത്ത് യാതൊരു തപോവനതയും ഇല്ല, ഒന്നുമില്ല എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കുക, 1984 ഒരു ഡയറക്ടർ ബോർഡിൽ അല്ലെങ്കിൽ ആ മിഷൻ ട്രസ്റ്റിൽ അംഗമായിരുന്ന ഒരാള് കൊടുത്തിരിക്കുന്ന അഫിഡാവിറ്റ് ആണ്. എവിടെയാണ്? കോർട്ടില്. വെറുതെ കടയിൽ തിണ്ണയിലിരുന്ന് പറഞ്ഞ കാര്യമല്ല. ഹി ഹാസ് ടു സ്റ്റാൻഡ് ബൈ ഇറ്റ് ആൻഡ് പ്രൂവ് ഇറ്റ്. 84 പറഞ്ഞാണ് അവിടെ നടക്കുന്ന കള്ളക്കടത്തും ബ്ലേഡുമാണ്. വേറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതിനകത്ത്. അതിനപ്പുറം ഒന്നും ട്രെഡ്വെൽ പറഞ്ഞിട്ടില്ല കേട്ടോ. ട്രെഡ്വെൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ, അവരുടെ കാര്യങ്ങളും അവരുടെ ഭാഗത്ത് തെറ്റ് കണ്ടെത്തുക, ഒരു ആത്മ നവീകരണം അവർ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും ഇത്തരം കാര്യങ്ങൾ വലിയ തോതിൽ ഒരു സമൂഹത്തിൽ ഒരു ചർച്ച വന്നിട്ടുണ്ട്. ഇത് തല്ലിക്കെടുത്താനായിട്ട് പല ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവും. ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനായിട്ട് ഒരാളെ മുക്കി വെച്ചിരിക്കുന്നു. ഇത് അങ്ങനെയൊന്നും പോകേണ്ട കാര്യമല്ല. ഒരുപക്ഷെ കിട്ടുന്ന അവസാനത്തെ അവസരങ്ങളിലൊന്നാണ്. എല്ലായിടത്തും ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ, ആലായി കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മൾ അടയ്ക്കാണെങ്കിൽ കയ്യിൽ വെക്കാം, അടയ്ക്കാമരമായി കഴിഞ്ഞാൽ മടിയിലും വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞോളാം. എല്ലാ ആൾ ദൈവങ്ങളും സന്തോഷ് മാധവന്റെ ഒക്കെ ഒരു ഘട്ടത്തിൽ വേണമെങ്കിൽ പിടിച്ചിടാം. സന്തോഷ് മാധവനൊക്കെ എത്ര വിഡ്ഢിയാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. അയാൾ ചെറുതായിട്ട് അത്യാവശ്യം ചില കാര്യങ്ങൾ ശരിയാക്കിയിരുന്നെങ്കിൽ അയാൾ നിന്ന് എവിടെ ചെന്ന് നിൽക്കേണ്ടതാണ്. അപ്പോൾ ഇത്തരം അവസരങ്ങൾ വളരെ വളരെ നിർണായകമാണെന്നും ഇത് കൃത്യമായി ഉപയോഗിക്കാനായിട്ട് ഒരു സമൂഹം മറന്നാൽ ആ സമൂഹത്തിന് നഷ്ടങ്ങളുടെയും ജീർണതയുടെയും മാത്രം കഥ മാത്രമേ പറയാനുണ്ടാവുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയും നേരം എന്നെ ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. ആദ്യമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം തന്നെ പറയുകയാണ്. ഇത്തരം ഒരു ചർച്ച
ഇവിടെ സംഘടിപ്പിക്കുകയും എന്നെ ക്ഷണിക്കുകയും ചെയ്ത സംഘാടകരോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പല ആൾക്കാരും അവരുടെ വ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞോളട്ടെ. ഇവിടെ ശരിക്കും ഒരു മതം പോലെ ഒരു വിഷയമാണ് ഡോഗ്മ. ഈ ഡോഗ്മകൾ എന്ന് പറയുന്നത് ഒരു കുറ്റിയാണ്. ഈ കുറ്റിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് കറങ്ങുന്ന ഒരു ഏർപ്പാടുണ്ട്. നമ്മൾ ചില സ്ഥിരം പദാവലികളും സ്ഥിരം ആശയങ്ങളും വെച്ച് നമുക്ക് പല കാര്യങ്ങളും അതിൻ്റെ നേരായ രീതിയിൽ കാണാൻ സാധിക്കില്ല. പശുവിനെക്കുറിച്ച് 10 വാചകങ്ങൾ എഴുതാനായിട്ടൊരു പരീക്ഷയിൽ ആവശ്യപ്പെടുമ്പോൾ പശുവിനെ പിടിച്ചു കെട്ടി കെട്ടിയിട്ട് തെങ്ങിനെക്കുറിച്ച് 100 വാചകങ്ങൾ എഴുതുന്ന രീതി ഈ സമൂഹത്തിന് ഗുണകരമാവില്ല എന്ന് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യം. മതം നിലനിൽക്കുന്ന സാഹചര്യങ്ങളെക്കുറിച്ചോ മതവിശ്വാസത്തിൻ്റെ ഇന്നർ കെമിസ്ട്രിയെക്കുറിച്ചോ നമുക്ക് ഈ ഒരു വിഷയത്തിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ സാധിക്കില്ല. അമൃതാനന്ദമയ്യെക്കുറിച്ച് കരുനാഗപ്പള്ളിയിൽ വന്ന് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് ടേക്കിംഗ് ഇംഗ്ലീഷ് ടു ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിലേക്ക് ഇംഗ്ലീഷ് കൊണ്ടുപോകുന്നതിന് തുല്യമാണ്, നിങ്ങൾക്കറിയാം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ പിന്നെ എന്തിനാണ് എന്നോട് ഇവിടെ വന്ന് ഇത് സംസാരിക്കാൻ ആവശ്യപ്പെട്ടെന്നുള്ളൊരു മറുചോദ്യത്തിന് ഉത്തരം കൂടി അവിടെയുണ്ട്. നിങ്ങൾ പരസ്പരം സംസാരിച്ച് പിരിഞ്ഞാൽ പോരായിരുന്നോ എന്നുള്ളതാണ് ചോദ്യം. 2, മതവിശ്വാസം ഉണ്ടാക്കുന്ന സാഹചര്യങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ് മതവിശ്വാസത്തിനെതിരെയുള്ള പോരാട്ടം എന്നുള്ളത് ആഗോള തലത്തിൽ പൊളിഞ്ഞ് പാളീസായിട്ടുള്ള ഒരു ദർശനമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. അതായത് ചക്കയ്ക്കെതിരെയല്ല പോരാട്ടം വേണ്ടത്, പ്ലാവിനെതിരെയാണ്. ആയിക്കോട്ടെ, പ്ലാവിനെതിരെ പോരാടണം എന്നുള്ളതാണ്. ഇപ്പോൾ അംബാനി അല്ലെങ്കിൽ ടാറ്റ അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ കോടികൾ പ്രതിഫലം വാങ്ങിക്കുന്ന സിനിമാ താരങ്ങളും അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധർ, കമ്പ്യൂട്ടർ ജയൻസ്, ഇവരുടെ എല്ലാം സാഹചര്യങ്ങൾ അടിമുടി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് വിദ്യാഭ്യാസമുണ്ട്, അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ മാറിക്കഴിഞ്ഞു. പക്ഷെ ഇവരാണ് ദൈവങ്ങളുടെയും ഒക്കെ പുറകെ പോകുന്നതും ഭക്തി ആഘോഷിക്കുകയും ചെയ്യുന്ന ഇത് ആൾക്കാരാണ്. അവരുടെ സാഹചര്യങ്ങൾ നിങ്ങൾ നോക്കുക, അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിലൊന്നുമല്ല. ഇനി എല്ലാം കിട്ടിക്കഴിഞ്ഞാലും എന്തിൻ്റെയൊക്കെ പുറകെ പോകുന്നു എന്ന് പറയുന്നു. സോമാലിയയിൽ ഒന്നും കിട്ടാതെയാണ് ആളുകൾ പോകുന്നത്. അവർക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല, അവർക്ക് ആകെ വായും വയറും മാത്രമേ ഉള്ളൂ. ഇത് അടിസ്ഥാനപരമായിട്ട് ബോധവൽക്കരണം അല്ലെങ്കിൽ അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും ഇത് മാത്രമാണ് ഇതുള്ളത്. എന്തുകൊണ്ടാണ് 70കളിൽ ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഇത്തരം പ്രസ്ഥാനങ്ങൾക്കെതിരെ ഒരു പ്രതിരോധം ഉണ്ടായിരുന്നത്? അന്ന് ഇപ്പോൾ മാർക്സിസത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ഒരു ചർച്ച നടത്താൻ ആഗ്രഹിക്കുന്നില്ല. എന്നിരുന്നാലും മാർക്സ് പലർക്കും ഒരു ബാധ്യതയാണ്. മാർക്സ് അങ്ങനെയൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന് പറയുന്ന മാർക്സിസ്റ്റുകാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പുള്ളി ഇങ്ങനെ മതത്തിനെതിരെയൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്താണ് മാർക്സ് പറഞ്ഞ? അതല്ല, മാർക്സ് പറഞ്ഞത് എന്താണ്, വിശ്വാസമാണ്. അത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇപ്പൊ സോവിയറ്റ് യൂണിയനിൽ മതത്തെ മയക്കി കടത്തിയ ഒരു 70 വർഷമുണ്ട്. അന്ന് മത സ്വാതന്ത്ര്യം തടഞ്ഞില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മതസ്വാതന്ത്ര്യം തടഞ്ഞിട്ടുണ്ട്, പരിമിതപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, പലതും അണ്ടർഗ്രൗണ്ടിലായിരുന്നു. ഇന്ന് ചൈനയിൽ മതസ്വാതന്ത്ര്യം തടയുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അങ്ങനെയല്ല കാര്യങ്ങൾ. ഈ രാജ്യങ്ങളെല്ലാം തന്നെ പോളണ്ട്, റുമാനിയ, സോവിയറ്റ് യൂണിയൻ പോലെയുള്ള രാജ്യങ്ങൾ കമ്മ്യൂണിസം പോലെയുള്ള ഒരു സിദ്ധാന്തം പെട്ടെന്ന് മാറുമ്പോൾ അവിടെ മതത്തിന്റെ ഒരു മലവെള്ളപ്പാച്ചിലാണ് തിരിച്ചുണ്ടാകുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ മതത്തിന് ഇപ്പോൾ റഷ്യൻ ഓർത്തഡോക്സ് ചർച്ച് എന്ന് പറയുന്നത് ഒരു താലിബാൻ പോലെ ആയിട്ടുണ്ട് റഷ്യയിൽ. അവരുടെ സ്വാരിങ് സെറിമണി തൊട്ട് അടിമുടി അത് മതാത്മകമായി മാറിക്കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള ടോട്ടാലിറ്റേറിയൻ റഷീൻസിന് മതത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് മതത്തിനെതിരെയുള്ള പോരാട്ടം? മതത്തെ പ്രീണിപ്പിക്കലാണോ? ഇവിടെ ഇപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ ഒരു രീതി നോക്കുമ്പോൾ കുറ്റം അമൃതാനന്ദമയ്യെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. പിന്നെ ആരെയായിരിക്കും കുറ്റപ്പെടുത്താൻ സാധിക്കുക? ജനങ്ങളെയാണ് കുറ്റപ്പെടുത്തുക. അപ്പൊ ജനങ്ങളെ കുറ്റപ്പെടുത്തിയാൽ കുഴപ്പമില്ലല്ലോ, ആരും ഒരു പരാതിയും പറയില്ലല്ലോ. നമ്മളിങ്ങനെ വസ്തുനിഷ്ഠമായിട്ടുള്ള പിൻ പോയിന്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പരക്കെ വെടിവെച്ചിട്ട് കാര്യമില്ല. ഈ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥ മാത്രമല്ല ഇത്തരം വിശ്വാസങ്ങൾ അടിസ്ഥാനമായിട്ടുള്ളത്. അതിന് കോഗ്നിറ്റീവ് ആയിട്ടുള്ള റീസൺസ് ഉണ്ട്. കോഗ്നിറ്റീവ് റീസൺസ് പറഞ്ഞാൽ നമ്മുടെ ബോധപരമായിട്ടുള്ള റീസൺസ് ഉണ്ട്. ഞാൻ പകിട 13 എന്നുള്ള പുസ്തകത്തിനകത്ത് ആദ്യത്തെ ഒരു 100 പേജാണ് ഇത് എങ്ങനെയാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നതെന്നുള്ള പറയുന്നത്. അല്ല നമ്മൾ കുറച്ച് പണം ഉണ്ടായും ചെല്ലിയോ അല്ലെങ്കിൽ നല്ല റോഡുകൾ ഉണ്ടായും ചെല്ലിയോ അല്ലെങ്കിൽ ജലസേചന പദ്ധതികൾ ഉണ്ടായാലോ ഈ മതവിശ്വാസവും ആൾദൈവങ്ങളും ഒക്കെ അസ്തമിക്കും എന്ന് പറയുന്നത് അബദ്ധമാണ്. അങ്ങനെ ലോകത്തെങ്ങും ഉണ്ടായിട്ടുമില്ല, ഇനി ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അംബാനിയൊക്കെ ഇപ്പോൾ യുക്തിവാദിയായിട്ട് GP നടത്തുന്ന സമയമായി. ഇവിടെ ഒരുപാട് സമ്പത്ത് കൂടുന്നവനും സാഹചര്യങ്ങൾ നന്നാവുന്നവനും സിനിമാ താരങ്ങളും എല്ലാം ഇതിന്റെ പുറകെ പോകുന്നു. സാഹചര്യമാണോ പ്രശ്നം? സാഹചര്യം മാത്രമല്ല, ഇതിന്റെ കോഗ്നിറ്റീവായിട്ടുള്ള ഒരു ചിന്താ പരിസരമുണ്ട്. അതാണ് ഇവിടെ മാറ്റേണ്ടുന്നത്. അതിനായിട്ടായിട്ടുള്ള പ്രവർത്തനമാണ് വേണ്ടുന്നത്. അതിന് ഇത്തരത്തിലുള്ള നിങ്ങൾ പറയുന്ന സ്കീമുകളും പദ്ധതികളും കൊണ്ട് അത് വാങ്ങിച്ചിട്ട് ഉദാഹരണമായിട്ട് ഞാൻ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് പറയാം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഏറ്റവും നല്ല അടുപ്പുകൾ
വളരെ കുറച്ച് വിലയിൽ സാമ്രാജ്യത്തിനെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അവർ വിറ്റഴിക്കുകയുണ്ടായി. സോപ്പുകൾ എങ്ങനെ ഉണ്ടാക്കണം, എങ്ങനെ വിറ്റഴിക്കണം, വളരെ കുറച്ച്, അതായത് ഒരു സ്വാശ്രയ ബോധം പകരുക എന്നുള്ള നല്ല ഉദ്ദേശമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷെ അവരുടെ സോപ്പ്, ഞാനൊരു ലേഖനത്തിൽ തന്നെ എഴുതുന്നുണ്ട്, സോപ്പ് വിൽക്കുന്ന കടകൾ എന്നാണ് അതിൻ്റെ പേര്. അതിനകത്ത് മലപ്പുറത്ത് ചില കടകളിൽ തട്ടമിട്ട സ്ത്രീകൾ അവർ ചെന്ന് അന്വേഷിക്കുന്ന സോപ്പ് കൊടുക്കുന്ന കട ഏതാ എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ ഏത് സോപ്പ് കൊടുക്കുന്നത്? അല്ല, ഈ വില കുറച്ച് സോപ്പ് കൊടുക്കുന്ന കട. പറഞ്ഞു അത് നിങ്ങൾ പരിഷത്തിന്റെ സോപ്പ്, അതൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾക്ക് സോപ്പ് ഇങ്ങനെ വില കുറഞ്ഞ് കൊടുക്കുന്നു എന്ന് പറഞ്ഞു. അവർ മാസീവായിട്ട് വന്ന് സോപ്പ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. പരിഷത്ത് മുന്നിൽ വെക്കുന്ന ആശയങ്ങളോ അല്ലല്ല അവർ മുന്നിൽ വെക്കുന്ന മൂല്യങ്ങളോ ഒന്നും അല്ല, അവരൊരു ഉൽപ്പന്നങ്ങൾ വാങ്ങുകയാണ്. ഇത്തരത്തിലുള്ള പല പ്രവർത്തനങ്ങളിലെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ യഥാർത്ഥ ക്രാക്സ് ഇല്ലാതെ പോവുകയാണ്. പണ്ട് ഈ ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെയും ഒക്കെ ഒരു പരിസരമുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് തെറ്റുപറ്റിയത് പലരും മനസ്സിലാക്കുന്നില്ല. ഇപ്പോ അമ്പലത്തിലേക്കുള്ള വാതിലുകൾ അയിത്തക്കാരനും എല്ലാവരും പ്രവേശിക്കണമെന്ന് പറയുന്ന ഒരു വിപ്ലവകരമായ ആശയം തന്നെയാണ്, നല്ല ആശയം തന്നെയാണ്. ഞങ്ങൾ അതിനുവേണ്ടി മരിക്കുമെന്ന് യുക്തിവാദികൾ പോയി സമരം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ അമ്പലത്തിലേക്കുള്ള പാതകളെല്ലാം എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞ് സമരം ചെയ്തതിൽ യുക്തിവാദികളുണ്ട്. അപ്പോൾ യുക്തിവാദികളുടെ ഒരു ചോദ്യം, യുക്തിവാദികൾ പൊതുവിൽ നിലനിൽക്കുന്നത് എന്തിനാണ്? ഇത്തരത്തിലുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും സമൂഹത്തിനും മനുഷ്യനും ഹാനികരമാണെന്ന് പറയാനാണ്, അല്ലേ? അപ്പം പക്ഷെ എന്താണ് പറയുക, അമ്പലം ആരാധന അതൊന്നും ശരിയല്ല, പക്ഷേ അത് എല്ലാവർക്കും ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. നോക്കുമ്പോൾ അതിനൊരു ഹ്യൂമനിസ്റ്റിക് ആംഗിളുണ്ട്. പക്ഷെ ഈ ആംഗിൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങളൊരു മദ്യവിരുദ്ധനാണ്, ഞാൻ പറയണം മദ്യപാനം തെറ്റാണ്, പക്ഷെ അടിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അടിക്കാനായിട്ടുള്ള അവസരം ഉണ്ടാവണം എന്ന് ഞാൻ പറയുന്നിരിക്കട്ടെ, ഞാൻ അങ്ങനെ പറയുന്നിരിക്കട്ടെ. കാര്യം അതാണ് സൗകര്യം. ഇപ്പൊ ഞാനൊരു സമരം നടത്തുകയാണ്, ഒരു പോരാട്ടം നടത്തുകയാണ്, അധസ്ഥിതിന് വേണ്ടി ഒരു പോരാട്ടം നടത്തുകയാണ്. പക്ഷെ ഇവിടെ ഒരു വിഷയമുണ്ട്, ഇത് രണ്ടും തമ്മിൽ സിങ്ക്രണൈസ് ചെയ്യാനായിട്ടുള്ള പരാജയമാണ്. ശിവനെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുന്നതിനകത്തൊരു മഹാത്മ്യം ഉണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ശിവനെ ആരാധിക്കുന്ന ഒരു അന്ധവിശ്വാസമാണെന്ന് ബോധിപ്പിക്കാനായിട്ടുള്ള ഒരു മനസ്സുകൂടി ഉണ്ടാവണം. ആ രണ്ടാമത്തെ ഭാഗം നടന്നില്ല. ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ ഇപ്പൊ എന്താണ് സംഭവിക്കുക? ഇത് കോർപ്പറേറ്റ് ഗൂഢാലോചനയാണെന്നും ഇത് കഴിഞ്ഞ് വേറൊരാൾ ദൈവം വരുമെന്നും ഇത് മുതലാളിത്തവും അമേരിക്കയും ഒക്കെ സൃഷ്ടിക്കുന്ന ഒരു സാധനമാണെന്ന് ആകാം. അന്താരാഷ്ട്ര ചരടുവഴിയിലുണ്ട്, വിദേശ പണമുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നത്തിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റില്ല. നമുക്കിങ്ങനെ വെറുതെ വായുവിലേക്ക് വാക്കുകൾ ഇങ്ങനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഇത്തരത്തിലെ നീറുന്ന പ്രശ്നങ്ങൾ, നമ്മളെ തുറച്ചു നോക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ സാധിക്കില്ല. ഡോക്മകൾ കൊണ്ട് കാര്യമില്ല. ഇനി മറ്റൊന്ന്, മതവിശ്വാസിക്ക് അതിനുള്ള അവകാശമുണ്ട്, അല്ലാത്തവർക്ക് അതിനുള്ള ആവശ്യമുണ്ട്, പരസ്പരമുണ്ട്. മതവിശ്വാസിയോടുള്ള പരിഹാസമല്ല ഇത്. വിശ്വാസികൾ ഭൂരിപക്ഷമാണ് എന്നുള്ളത് വിശ്വാസത്തിനെതിരെ വിമർശനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു വിഷയമല്ല, അങ്ങനെ ഒരു അർത്ഥം ഇല്ല അതിന്. അങ്ങനെയാണെങ്കിൽ ഭൂമി പരന്നതാണെന്ന് 99% ആൾക്കാർ പറഞ്ഞപ്പോൾ ആരും ഭൂമി ഉണ്ടതാണെന്ന് പറയാൻ പാടില്ലല്ലോ. കാര്യങ്ങൾ പറയാം, സത്യം പറയാം, നമ്മൾ സത്യം പറഞ്ഞു തന്നെയാണ് പോകേണ്ടത്. ഇപ്പോ ശ്രീനാരായണ ഗുരുവിനും വിവേകാനന്ദന്റെയും കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു കപട ആത്മീയതയും നല്ല ആത്മീയതയും പറഞ്ഞ് രണ്ടെണ്ണം ഇല്ല, സത്യം തന്നെയാണത്. വിവേകാനന്ദനൊക്കെ ശരിക്കും ഞാൻ തുറന്നു പറയട്ടെ, വല്ലാത്ത ദൈവവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. അതായത് കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളിലും കുറച്ച് പുരോഗമനാത്മകതയും കുറച്ച് സഹനീയതയൊക്കെ ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ തിരിച്ചറിയപ്പെടാം. നിങ്ങൾ പലപ്പോഴും ഈ പല ബോർഡുകളിലും ഫ്ലെക്സുകളിലും വിവേകാനന്ദനെയും ഒക്കെ എടുത്ത്, നാരായണ ഗുരുവിനെ അങ്ങനെ ഞാൻ കമ്പയർ ചെയ്യുന്നില്ല. ഞാൻ ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് നാരായണ ഗുരു. നാരായണ ഗുരു ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവം കേവലമായിട്ടുള്ള പ്രാർത്ഥനയും പൂജയും അങ്ങനെയുള്ള വിപ്ലവം അല്ല. അദ്ദേഹം ഒരു ആൾദൈവമായിരുന്നില്ല. അദ്ദേഹം ഒരു എന്തൊക്കെയാണോ ആൾദൈവ വിരുദ്ധമായി ചെയ്തത് അതിന്റെ പേരിലാണെന്ന് നാരായണ ഗുരുവിനെ അറിയപ്പെടുന്നത്. അല്ല നാരായണ ഗുരു ഈ പണിയാണ് ചെയ്തിരുന്നെങ്കിൽ, ഇന്ന് ഈ പലരും കാണിക്കുന്ന പണിയാണ് ചെയ്തിരുന്നെങ്കിൽ നാരായണ ഗുരു ചവറ്റുകൊട്ടലായി പോയി ചരിത്രത്തിന്റെ. വിവേകാനന്ദന്റെയും കാര്യം എടുക്കുക നിങ്ങൾ, ഒരു ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞത് വലിയ കാര്യമായി പോയി, അതിന് കൈയടിച്ചു 2 മിനിറ്റ്. ആ പ്രസംഗം ഒന്നാന്തരം പൊള്ളത്തരമാണെന്ന് ഞാൻ തെളിയിച്ചിട്ടുണ്ട്, ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട്. അങ്ങനെ 2.5 മിനിറ്റ് കൈയടിച്ചതും ഇതൊക്കെ ഒരു വീഡിയോ കൊടുത്തിട്ടുണ്ട് ഇന്റർനെറ്റിൽ, വിവേകാനന്ദന്റെ പ്രസംഗം എന്നും പറഞ്ഞു. അത് വിവേകാനന്ദന്റെ പ്രസംഗമൊന്നും അല്ല, അത് അന്ന് ഓഡിയോ ടേപ്പും പോലും ഇല്ല. അതിങ്ങനെ കേട്ടോണ്ട് അതിനകത്ത് 8 ലക്ഷം പേരാണ് അത് കണ്ടിട്ട് കൈയടിച്ച് എഴുതി വെച്ചിരിക്കുന്നത്, ഞാൻ ദൈവത്തിന്റെ ശബ്ദം കേട്ടു. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്, ഒരുപാട് പ്രോപ്പിംഗ്. അതായത് മതം കൂടുതൽ സഹനീയമാണെന്ന് കാണിക്കാനായിട്ട് കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക അഭികാമ്യമായിട്ടുള്ള മുഖങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ഈ പുരോഗമന പ്രസ്ഥാനങ്ങൾ, ഇവിടെ ജ്യോതി കൃഷ്ണൻ എന്ന് പറഞ്ഞുള്ള ഒരു സാറ്, അദ്ദേഹം പറഞ്ഞതിൽ കുറെ കൂടെ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറെ കൂടെ യുക്തിസഹമായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയത്. മറ്റുള്ളവർ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, എനിക്ക് കൂടുതൽ യോജിക്കാൻ കഴിഞ്ഞുള്ള കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ 2 തരം ദൈവങ്ങളെ 2 തരത്തിലാക്കിക്കൊണ്ട്
ആൾ ദൈവങ്ങളെ രണ്ട് തരത്തിലാക്കിക്കൊണ്ട്, ആത്മീയക്കാരെ രണ്ട് തരത്തിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ശരിക്കും അവരെ പോഷിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് നൃത്തം ചെയ്യാനായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം എന്താ സംഭവിക്കുക? ഇവിടെ ഒരു ആൾ ദൈവങ്ങളോ അല്ലെ ആത്മീയതയ്ക്കെതിരെ ഒരു സദസ്സ് വരുമ്പോൾ അതിന്റെ ലക്ഷ്യം കുന്തമന ഇല്ലാതാവുകയാണ്. ഇത് അവർക്ക് സഹായകരമാണ്. ഇവിടെ ഒരു സ്വാമി നടത്തുന്ന പ്രഭാഷണം പോലെയാണ് ഇവിടെ പല്ലുമത് പ്രഭാഷണം നടത്തിയത്. ഇതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ഇവിടെ മണിച്ചൻ എന്ന് പറയുന്ന ഒരു സ്പിരിറ്റ് മാഫിയക്കാരൻ ചിറയൻകീഴ് എന്ന് പറയുന്ന സ്ഥലത്ത്, പുള്ളി അവിടെയുള്ള ഒരു ഗ്രാമത്തിലുള്ള മുഴുവൻ ഇതേ കണക്കിട്ടുള്ളവർ, അതായത് വിധവാ വിവാഹം, വിദ്യാഭ്യാസം, സ്ലേറ്റ്, പുസ്തകം, യൂണിഫോം, പിന്നെ വീട് മേഞ്ഞു കൊടുക്കല് തൊട്ട് ആനയെ നടക്കിരുത്തൽ വരെ ആ നാടിന്റെ കണ്ണിലുണ്ണിയായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ലോകത്ത് മറ്റുള്ളവർക്കും പ്രശ്നമില്ലല്ലോ, ആ നാട് തേങ്ങുമായിരുന്നു. ചാരിറ്റി. അയാള് കള്ളക്കടത്ത് കിട്ടിയ പൈസ കൊണ്ടാണ് ചെയ്തത്. ഹാജി മസ്താനെ ബോംബെയിലെ തെരുവിൽ നിന്ന് അറസ്റ്റ് ചെയ്യാനായിട്ട് പോലീസിന് മടിയായിരുന്നു. അറിയാം, ആ തെരുവിന്റെ മുഴുവൻ കാര്യങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതേ കണക്ക് ഓപ്പറേഷനൊക്കെ സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കുന്ന ഹാജി മസ്താനായിരുന്നു. മയക്കുമരുന്ന് കച്ചവടക്കാരൻ. അവിടെ ഒരു ജീപ്പ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ജനം കല്ലെറിഞ്ഞ് ഓടിക്കുമായിരുന്നു. അയാൾക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഹാജി മസ്താനും അല്ലെങ്കിൽ മണിച്ചനും ഒക്കെ ചെയ്ത അതേ കാര്യങ്ങൾ ആണ് ഇവിടെ പലരും ചെയ്യുന്നത്. ഇത് വിജയിച്ച ഒരു കാര്യമാണിത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഇതിനെക്കാട്ടി വലിയൊരു കാര്യമില്ല. ഇത് മനസ്സിലാക്കണം. ഇതിന്റെ പൊള്ളത്തരം തുറന്നു കാണിക്കണം. ഇതല്ലാതെ ഇങ്ങനെ അമക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ ഇനി ശരിയാണ് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ വളരെ ശരിയാണ്. ഇനി വരാൻ പോകുന്ന ആൾ ദൈവത്തിനും പരവതാനി വിരിച്ചിട്ടിരിക്കുകയാണ്. ഒന്നിൽ അവൻ സ്വയം ഇല്ലാതാകണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സിസ്റ്റത്തിന് അവനെ ഇല്ലാതാക്കാൻ കഴിയില്ല. കാര്യം അവന് കിട്ടാവുന്ന ഏറ്റവും രൂക്ഷമായ സദസ്സ് എവിടെയായിരിക്കും? പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനൊരു സദസ്സിലായിരിക്കും. ഇപ്പൊ ഇവിടെ എല്ലാവരും ഇടതുപക്ഷക്കാരാണെന്ന് പറഞ്ഞു. ഈ ഇടതുപക്ഷക്കാരൊരു സദസ്സിൽ അവസാനത്തിന്റെ ഈ പറഞ്ഞ് പതപ്പിച്ച് വെച്ചപ്പോൾ കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുന്ന അവസ്ഥയാണ്. മനസ്സിലായില്ലേ? ഇനി എന്തായാലും ഇത്രയും ഒരു രീതിയിൽ പുറത്ത് കാണാൻ പറ്റില്ലല്ലോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന വളരെ ഉദാസീനമായിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള പൊതുസമൂഹമാണ്. അവർക്ക് എന്തായാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾ കാണുന്നത് അലറിത്തിമിർക്കുന്ന ആവേശം കൊള്ളുന്ന അന്ധമായിട്ടുള്ള ഒരു വിശ്വാസി സമൂഹമാണ്. എവിടെയാണ് ഈ ആശയ പോരാട്ടത്തിന്റെ തുരുത്ത്? എവിടെയാണ്? ഇവിടെ പോലും ഇല്ലെങ്കിൽ ഇതൊന്നും ആഗ്രഹിച്ചില്ലാതാക്കാൻ പറ്റുന്ന കാര്യമല്ല. ഞങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നു. യു കനോട്ട് വിഷ് അവേ റിയാലിറ്റീസ്. അങ്ങനെ ഒരു സിദ്ധാന്തം ഇല്ല. ഇനി കുറെ കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ സംസാരിക്കേണ്ടിയിരുന്നത് എന്താണ് അദ്ദേഹം പറഞ്ഞ കേവലമായിട്ടുള്ള ഭൗതികവാദം അല്ലെങ്കിൽ അല്ലാത്ത ഭൗതികവാദം, അങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോകാനുള്ള സമയമില്ല. സത്യത്തിൽ എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വിഷയമാണ്. ഞാനൊരു ഡോഗ്മയുടെ ഇതായിട്ട് നിൽക്കല്ല. ഇനി എല്ലാവരും ചേർന്ന് പോരാട്ടം നടത്തണം. ആർക്കെതിരെ? എല്ലാവരും ഒരു സൈഡിൽ നിന്ന് പോരാട്ടം നടത്തുന്ന ആർക്കെതിരെയാണ് പോരാട്ടം നടത്തുന്നത്? നമ്മൾ കുറെ ജാർഗൺസ് അങ്ങനെ ഉണ്ടാക്കുകയാണ്. എല്ലാവരും നേരെ ഇങ്ങനെ ഓരോരോ ഈ കോൺസ്പിറസി തിയറീസ്. മനുഷ്യൻ ചന്ദ്രനിൽ പോയിട്ടില്ല, മൈക്കിൾ ജാക്സൺ മരിച്ചിട്ടില്ല, ജയൻ സിംഗപ്പൂരിലുണ്ട്. ഇവിടെ നടക്കുന്ന ഓരോ പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇത്തരത്തിലുള്ള കാരണങ്ങൾ, നമ്മൾ പെട്ടെന്നൊരു കാരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത് നടക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ യു ഡോണ്ട് ഹാവ് ടു ടേക്ക് ഓൺ ദ ഇഷ്യൂസ് ഹിയർ. ഇവിടെ നടക്കുന്ന പോരാട്ടം ഒന്നും നിങ്ങൾ എടുക്കണ്ട. ഇങ്ങനെ ഒരാളുണ്ട്, അയാൾക്കെതിരെ മിണ്ടണ്ട. കാര്യം അയാൾ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഫലമാണ്. ആയിക്കോട്ടെ, ഇവിടെ നടക്കേണ്ടത് നിങ്ങൾ ചെയ്യണ്ടേ? കരുനാഗപ്പള്ളിയിൽ ഒരുപാട് സമരം നടന്നിട്ടുണ്ട്, അത് തളർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഇത്തരം നിലപാടുകൾ കൊണ്ടാണ്. ഈ ക്യാമ്പിൽ നിന്നാണ് ഒഴിഞ്ഞുപോക്ക് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ക്യാമ്പിൽ നിന്ന് ഒഴിഞ്ഞുപോക്ക് ഉണ്ടായിട്ടുള്ളത്? ഇത്തരത്തിലുള്ള നിലപാടുകളാണ്. എനിക്ക് അക്കാര്യത്തിൽ ഒരു വിയോജിപ്പുണ്ട്. ഇനി മതത്തിന്റെ ഗുണം അതുകൂടെ പറഞ്ഞു നിർത്തിയേക്കാം. മതത്തിന് ഗുണവശമുണ്ട്, നല്ല വശമുണ്ട്. നല്ല വശം ഇല്ലാത്ത എന്തിനാ? ഐത്തത്തിന് നല്ല വശമില്ലേ? ഞാൻ പറഞ്ഞുതരാം. ഐത്തത്തിന് നല്ല വശങ്ങളുണ്ട്. പറഞ്ഞ് പരത്തി വ്യാഖ്യാനിച്ച് തെളിയിക്കാനാണെങ്കിൽ അതിന് നല്ല വശങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറമ്പത്തും പണിയെടുക്കാൻ ആളിനെ കിട്ടുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വേറെ വേറെ പണിക്ക് പോകുന്നു. ഐത്തം ഉണ്ടായിരുന്നവൻ ഇന്നവൻ ചെയ്യേണ്ട പണി, ഇന്ന തെങ്ങ കയറേണ്ടവൻ അവന്റെ ഒരു ജാതി, അവൻ തെങ്ങലേ കയറൂ. ഡിവിഷൻ ഓഫ് ലേബർ ഉറപ്പുവരുത്തിയിരുന്നു. അതൊരു ഗുണമല്ലേ? പക്ഷെ എന്തുകൊണ്ട് നമ്മൾ തള്ളുന്നു? ശൈശവ വിഭാഗത്തിന് ഗുണങ്ങളില്ലേ? ഉണ്ട്, ഗുണങ്ങളുണ്ട്. പരിമിതമായിട്ടുള്ള ഗുണങ്ങൾ, വളരെ പരിമിതമായ ഗുണങ്ങളും ഏറിയ തിന്മയും. നന്മ വളരെ കുറവും തിന്മ വളരെ കൂടുതലുമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്കെതിരെ നമ്മൾ പോരാടുന്നത്. അല്ലാതെ മതം മനുഷ്യനുണ്ടാക്കിയാണ്. അതിലും എന്തെങ്കിലുമൊക്കെ നല്ല വശങ്ങൾ ഇല്ലാതെ വരില്ല. കുറച്ച് വശങ്ങളുണ്ടാവും, മനുഷ്യനുണ്ടാക്കിയ കാര്യങ്ങളല്ലേ. അതിനകത്ത് നല്ല വശങ്ങൾ തീരെ ഇല്ലാതെ വരുമോ? നമ്മൾ പിന്നെ അങ്ങനെയാണ് ഒന്നിനെ എതിർക്കാൻ പറ്റില്ലല്ലോ. ഏതിനകത്താണ് നമുക്ക് നല്ല വശം കണ്ടെത്താൻ കഴിയാത്തത്? ഇത്തരത്തിലുള്ള വളരെ പരന്ന സമീപനങ്ങളും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെ നീക്കം ചെയ്യാൻ സഹായകരമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വിഷയം ഒരുപാടുണ്ട്. അതുകൊണ്ട്
അതിനെതിരെ എല്ലാം സംസാരിക്കാനായിട്ടുള്ള സമയമില്ല. എന്നാലും എൻ്റെ പ്രസംഗത്തോടും വിഷയാവതരണത്തോടും പ്രതികരിച്ച എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദിയും അതോടൊപ്പം തന്നെ ശ്രവിച്ചിരുന്ന ആൾക്കാർക്കും അതുപോലെ തന്നെ സദസ്സിനും എല്ലാം